നമുക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുന്നുണ്ട് സർ. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു വരാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ 3 ഡൊമൈനുകളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ബ്ലൂംസ് ടാക്സോണമിയുടെ ഈ ടാക്സോണമി എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്കറിയാം, ഈ 20th സെഞ്ചുറിയിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ഒരു പൊതുവായ രീതിശാസ്ത്രമാണ്. സയൻസിൻ്റെ ഒരു മെത്തഡോളജി നമ്മുടെ എല്ലാ മേഖലയിലേക്കും കടന്നു വന്നതിൻ്റെ ഒരു സംഗതിയാണ് ഈ ടാക്സി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാറ്റിനെയും വർഗീകരിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ബോധം അല്ലെങ്കിൽ മനസ്സ്, ഇപ്പോൾ ഐഡിയലിസ്റ്റുകളൊക്കെ പറഞ്ഞതുപോലെ മനസ്സ്, ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ വൈകായിട്ടുള്ളതോ അമൂർത്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ സമഗ്രം എന്നൊക്കെ പറയാവുന്ന അങ്ങനെയൊക്കെയുള്ള ചില അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതിന് പകരം ഇതിനെയൊക്കെ പരമാവധി ശാസ്ത്രീയമായിട്ടും സയന്റിഫിക് വേ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സംഗതിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു ടൂളായിട്ടാണ് ഈ വർഗീകരിച്ച് മനസ്സിലാക്കുക, അതിനെ കൺസ്റ്റിറ്റ്യൂന്റുകളായിട്ട് ഒക്കെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുള്ളത്. അപ്പൊ ഈ ജ്ഞാനം എന്ന് പറയുന്ന സംഗതി പോലും അങ്ങനെ ഒരു ആശയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആശയം ഗ്രഹണം എന്നൊക്കെ പറയുന്നതും ഇങ്ങനെ വളരെ ഈ പറയുന്ന എന്താ പറയാ ആശയത്തിന്റെ ഏറ്റവും ചെറിയ കണികകൾ തൊട്ട് ആ കണികകളെ പരസ്പരം സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ പൂർണ്ണമായ ഒരു ആശയത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അത് അഴിച്ചഴിച്ചെടുത്ത് അതിന്റെ ഏറ്റവും ചെറിയ കൺസ്റ്റിറ്റ്യൂന്റുവിലെത്തി അപഗ്രഥനത്തിന്റെയും ഉദ്ഗ്രഥനത്തിന്റെയും ഒരു ഇടകലറിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നത് ഈ കാലത്ത്, പ്രത്യേകിച്ച് ഘടനാവാദത്തിന്റെ ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അപ്പൊ ഈ പറയുന്ന സിദ്ധാന്തങ്ങൾ മുഴുവൻ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. അല്ല, അപ്പൊ നമ്മുടെ ജസ്റ്റാൾട്ട് സൈക്കോളജിയൊക്കെ പോലെ ചില വെളിപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ചില പെട്ടെന്ന് ഉണ്ടാവുന്ന ചില വെളിച്ചങ്ങളിൽ നിന്നും എന്നുള്ള ഈ പറയുന്ന ജ്ഞാനം എന്നൊക്കെ പറയുന്ന ഒരു ആശയമല്ല പൊതുവെ ഇത്തരം ഒരു സംഗതികളുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡൊമൈനുകളൊക്കെ വേർതിരിച്ച് കാണുകയും ഈ പറയുന്ന ഒന്നിനെ തന്നെ നമ്മുടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിന്റെ ഒരു മണ്ഡലത്തെ തന്നെ ഈ അർത്ഥത്തിൽ ഇങ്ങനെ എന്താ പറയാ 3 ഡൊമൈനുകളായിട്ടൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടാക്സോണമിയുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്നൊക്കെ പറയുന്ന വൈജ്ഞാനികമായ ഒരു മണ്ഡലമെന്നും അതല്ല വൈകാരികമായൊരു മണ്ഡലമെന്നും അതല്ലാതെ തന്നെ ഈ പറയുന്ന നമ്മുടെ നാഡീപേശീയ ചലനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ ഈ അതിന്റെ ഒരു ഓർഗനോഗ്രാം എന്ന് നമ്മൾ പറയില്ലേ, ശരീരത്തിന്റെ ഒരു സംഘാടനം എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ ഒരു സെൻസേഷൻ ഉണ്ടാവും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്തെ മനസ്സിലാക്കുന്നതാണ്. കാഴ്ചയായിരിക്കാം, കേൾവിയായിരിക്കാം, സ്പർശമായിരിക്കാം, അല്ലെങ്കിൽ ചൂടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സാധനത്തോടെ ചൂടുള്ളൊരു വസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് ആ ചൂട് നമ്മുടെ ത്വക്ക് അത് മനസ്സിലാക്കുകയും സെൻസ് ചെയ്യുകയും അത് റിഫ്ലക്ട് ചെയ്യും. അത് പെട്ടെന്ന് നമ്മുടെ തലച്ചോറിലേക്ക് അതിനെ സംബന്ധിച്ച് അറിവ് നൽകുകയും ഈ സെൻസേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് ചൂട് അല്ലെങ്കിൽ പൊള്ളുന്നതാണെന്നൊക്കെ പറയുന്ന ഒരു പെർസെപ്ഷനിലേക്ക് എത്തുകയും അതിനനുസരിച്ച് ഈ ചോദനയ്ക്ക് അനുസരിച്ച് ഒരു പ്രതികരണത്തിന്, ഒരു സ്വാഭാവിക പ്രതികരണത്തിന് ശരീരത്തെ അത് സജ്ജമാക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തലച്ചോറിലേക്ക് അതിന്റെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള നാഡി അല്ലെങ്കിൽ പേശീയമായ പ്രവർത്തനങ്ങളിലൂടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ചലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ആ ശരീരം നടത്തുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഈ പറയുന്ന അഫക്റ്റീവ് ഡൊമൈൻ ആയാലും കൊഗ്നിറ്റീവ്. ഇപ്പോൾ ഈ എന്താണ് ചൂട് എന്ന് പറയുന്നതും ആ ചൂട് ചൂടിന് അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ അതുമായി ബന്ധപ്പെട്ട കുറെ എന്നാൽ എന്താ പറയാ, അവൻ ഭയങ്കര ചൂടനാണ് എന്നൊരാൾ പറഞ്ഞാൽ, അവൻ ഭയങ്കര ചൂടനാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അവനെ മാറി നിൽക്കുന്നില്ല അല്ലെ. അപ്പൊ അവിടെ അത് ചോംസ്കി ഒക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആശയം. അപ്പൊ അവൻ ഭയങ്കര ചൂടനാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പറയുന്ന ചൂടല്ല നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് പൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പൊള്ളലായിട്ടല്ല മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാഷയുടെ അത്തരം ചില സവിശേഷമായ മെറ്റഫറിക്കലായിട്ടുള്ള പ്രയോഗങ്ങൾ മറ്റർത്ഥങ്ങളിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ജ്ഞാനം നമുക്കുള്ളത് കൊണ്ടാണ്. ആ ഒരു ജ്ഞാനം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പറയുന്നതുപോലെ ഈ പറയുന്ന പ്രതികരണമല്ല നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. അതിന് പകരം ആ ചൂട് ഒരു പക്ഷേ ആനന്ദം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് നമ്മൾ ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ പറയുന്ന അതൊരു വേറൊരു തരത്തിലേക്ക് നമുക്ക് അനുഭവമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെ പരസ്പരം ബന്ധിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നതും നമ്മുടെ വൈകാരിക മണ്ഡലം എന്ന് പറയുന്നതും ഈ ശാരീരിക ചലനപരമായ മണ്ഡലം എന്ന് പറയുന്ന ഡൊമൈൻ എന്ന് പറയുന്നതും പരസ്പര ബന്ധിതമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ജ്ഞാനാർജനമായാലും അല്ലെങ്കിൽ ഈ പഠനമായാലും
ഈ ഈ ഇതിന് മൂന്നിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഉള്ളത് എന്നുള്ളതാണ് ബ്ലൂംസ് ടാക്സോണമിയുടെ പ്രധാനപ്പെട്ട കാര്യം. അതിന് അദ്ദേഹം ഊന്നിയത് ഈ പറയുന്ന വൈജ്ഞാനിക മണ്ഡലത്തിലാണ് എന്നും ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ ഈ പറയുന്ന ഒരു തരം ബിഹേവിയറിസത്തിന്റെയൊക്കെ അല്ലെങ്കിൽ അന്നത്തെ ഒരു ധാരണയ്ക്കകത്തുനിന്നുകൊണ്ട് ഈ എന്താ പറയുക വൈകാരിക തലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റ് ശരീരത്തെ മറ്റു തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കലായ സംഗതികൾ എന്നൊക്കെ പറയുന്നതിനെ ഈ പറയുന്ന ജ്ഞാനാർജനവുമായി അല്ലെങ്കിൽ ശേഷിയുമായി ഈ വൈജ്ഞാനികതയുടെ മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതിയായിരുന്നു ബ്ലൂമിനുണ്ടായിരുന്നത്. പക്ഷെ ഈ പറയുന്നത് പോലെ 64 ആവുമ്പോഴേക്കും ഈ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുകയും സിംപ്സനെ പോലുള്ള ആളുകൾ, സിംപ്സൺ, ഹാരോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെയാണ് ഈ പറയുന്ന സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു ഡൊമൈനെ കുറിച്ച് പിന്നീട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പലരും ചേർന്നിട്ടാണ് സത്യത്തിൽ ഈ പറയുന്ന ബ്ലൂംസ് ടാക്സോണമി എന്നതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പല ഇൻപുട്ടുകൾ ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന ഉദ്ദേശാധിഷ്ഠിത ബോധനത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ ഒരു എന്താ പറയാ നമ്മുടെ അത് പിന്നീടും അത് പിന്തുടരുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ബ്ലൂംസ് ടാക്സോണമി തന്നെയാണ് ആ അർത്ഥത്തിൽ പിന്തുടരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ആദ്യത്തെ 2 സംഗതികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്, കോഗ്നിറ്റീവ് ഡൊമൈൻ ആയാലും അല്ലെങ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ ആയാലും. ഓക്കെ, അപ്പൊ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല, നമ്മൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഈ പറയുന്ന നോളജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഏറ്റവും സിമ്പിൾ ആയതിൽ നിന്ന് ഏറ്റവും ലളിതമായ ഒന്നിൽ നിന്ന് സങ്കീർണമായതിലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയാ അങ്ങനെയുള്ളൊരു വളർച്ചയായിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന സംഗതിയെ കാണുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വ്യത്യസ്തമായ ഡൊമൈനുകൾ ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ഒരു വൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യണം എന്ന് പറയുകയും അത് തന്നെ നമ്മുടെ മൂല്യനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ, ഗ്രേഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതൊക്കെ തുടങ്ങിയ ആശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിലേക്ക് നമുക്ക് പിന്നീട് വരാം, വിശദമായിട്ട് പിന്നീട് വരാം. ഞാൻ ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ച് എന്താണ് നോളജ്, എന്താണ് ഈ പറയുന്ന ധാരണ എന്ന് പറയുന്നത്, എന്താണ് പ്രയോഗം, ഗ്രഹണം എന്ന് പറയുന്നത്, പ്രയോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനാലിസിസ്, അപഗ്രഥനം എന്ന് പറയുന്നത്, ഉദ്ഗ്രഥനം എന്ന് പറയുന്നത്, മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്, അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ വിശദീകരിക്കേണ്ടായി. അത് പിന്നീട് എങ്ങനെയാണ് അത് മാറിയത് എന്ന് പറയുന്ന അല്ലെ ഈ ബ്ലൂംസ് ടാക്സോണമി തന്നെ പിന്നീട് 2001 അതിന്റെ ഘടനയിലൊരു മാറ്റം ഉണ്ടാവുകയും അനാലിസിസ് എന്ന് പറയുന്ന ഒന്ന് അല്പം താഴേക്ക് പോന്നിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന സിന്തസിസ് എന്നതിനെ ക്രിയേറ്റ് ആക്കി മാറ്റിയിട്ട് അത് തമ്മിൽ പരസ്പരം മാറുന്നതിനെയാണ് നമ്മൾ ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമി എന്ന് ഒക്കെ നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില എന്താ പറയാ ചില ആക്ഷനുകൾ അല്ലെങ്കിൽ ചില വെർബുകൾ, നമുക്ക് ചില സ്പഷ്ടീകരണങ്ങളിലേക്ക് എത്താവുന്ന ചില വെർബുകളുടെ ലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ടായി. നമുക്ക് ഏറ്റവും അവസാനം ഒരിക്കൽ കൂടി ഇതിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. വൈകാരിക തലത്തെ നമ്മൾ ഈ പറയുന്നത് പോലെ ഇവർ രണ്ടുപേരും ചേർന്ന് ത്രാത്തോളും അതുപോലെ ബ്ലൂമും ചേർന്ന് 1964 ഈ പറയുന്ന അഫക്റ്റീവ് ഡൊമൈനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ തലങ്ങളെ കുറിച്ച് അഞ്ച് തലങ്ങളെ കുറിച്ച് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച്, അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും നമ്മൾ പറയേണ്ടത്. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, സംഘാടനം എന്ന് പറയുന്ന ഒരു വലിയ ഒരു തലമാവുകയും അതിൽ നിന്നാണ് ഈ വ്യക്തിത്വ രൂപീകരണം, ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില അതിന്റെ പ്രോസസ്സിനെ നമ്മളിവിടെ വിശദീകരിക്കുകയുണ്ടായി, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ വെർബുകൾ അല്ലെങ്കിൽ ക്രിയകൾ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയാവുന്ന, നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയാവുന്ന എന്താ പറയുക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, സ്പഷ്ടീകരണങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ തുടക്കത്തിൽ വിശദീകരിക്കേണ്ടായി. അത് ഈ പറയുന്ന 5 തലങ്ങളിലും എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു സ്ഥാനത്ത് റിസീവ് ചെയ്യുന്നു, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, അതിനൊരു മൂല്യ നിർണ്ണയം നടത്തുന്നു, ഈ വ്യത്യസ്ത ശകലങ്ങളായി കിടക്കുന്ന മൂല്യങ്ങളെ പരസ്പരം സംഘടിപ്പിച്ചുകൊണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ മൂല്യബോധം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവുന്നു, അതിനെ ഇന്റേണലൈസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദീകരിക്കേണ്ടായി. ഓക്കെ, അടുത്ത ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങാനുള്ളത്. സൈക്കോമോട്ടോ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 66 സിംപ്സൺ ഈ ടാക്സോണമിയിലേക്ക് ഈ പറയുന്ന സിംപ്സൺസ് ടാക്സോണമി എന്ന് പറയുന്ന ഈ സൈക്കോമോട്ടോർ ഡൊമൈൻ ഇതിനകത്തേക്ക് വരുന്നത്. പക്ഷെ ഇത് വളരെ മുമ്പ് തന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ വ്യവഹാരങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പഴയ നിർവചനം തന്നെ എങ്ങനെയുണ്ടല്ലേ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട വിനിമയം എന്ന് പറയുന്നത്,
കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അതിനോടുള്ള ഒരു ശാരീരിക പ്രതികരണത്തോടു കൂടിയാണ് എന്നത് നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള എന്താ പറയുക ഇന്ത്യൻ തിയറീസ് ഓഫ് മീനിങ്ങിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ, ഒരു പുതിയ ആശയമൊന്നുമല്ല. അപ്പൊ അതായത് ഒരു ശബ്ദവും അതിനെ തുടർന്നുള്ള പ്രവർത്തനവുമാണ് അല്ലെ. അപ്പൊ ചന്ദനം കൊണ്ട എന്ന് പറഞ്ഞു, ചന്ദനം കൊണ്ടുവരുന്നു. ഇവിടെ വാ എന്ന് പറയുന്നു, ആളിവിടേക്ക് എത്തുന്നു അല്ലെ. ഈ രീതിയിലാണ് നമ്മൾ വ്യവഹാരത്തെയൊക്കെ നമ്മൾ, അതായത് ഒരു ഈ ഉച്ചാരണവും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും ആ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ റെസ്പോൺസും ചേർന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഡിസ്കോഴ്സ് എന്നൊക്കെ പറയുന്ന സംഗതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക ശാരീരിക ചലനപരമായ കാര്യങ്ങളെ കൂടെ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ സംഗതിയായിട്ട് കാണുന്നത് വളരെ പഴയ ഒരു സങ്കല്പം കൂടിയാണ് എന്നുള്ളത്. അതായത് ഈ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മാനസികവും ശാരീരികവുമായ എന്താ പറയാ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും ഈ പറയുന്ന വൈജ്ഞാനികമായിട്ടുള്ള ഈ ധാരണകൾക്കനുസരിച്ച് ഈ മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങൾ നമ്മൾ സജ്ജരാവുകയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അതിനെ തുടർന്നുണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഗതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മസ്കുലർ ആക്ഷൻ ആയാലും ന്യൂറോ മസ്കുലർ ആക്ഷൻ ആയാലും അല്ലെങ്കിൽ അതിന്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് സൈക്കോമോട്ടോർ ഡൊമൈനിന്റെ പ്രവർത്തനങ്ങളെ കൂടെ നമ്മൾ ഈ പറയുന്ന ഈ ചലനപരമായ ചേഷ്ടകളെയോ അല്ലെങ്കിൽ സെൻസറി മോട്ടോർ ആക്ടിവിറ്റീസിനെ ഇന്ദ്രിയ ചാലക പ്രവർത്തനങ്ങൾ കൂടെ ബുദ്ധിവികാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഡൊമൈനുകളെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. പ്രധാനമായിട്ടും 7 ആയിട്ടാണ് അതിനെ വർഗീകരിക്കുന്നത്. അത്ര എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു വർഗീകരണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ഒന്ന് പെർസെപ്ഷൻ എന്ന് പറയുന്നത്, അതിൽ ഒരു സെൻസേഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോരോ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ചില അനുഭവങ്ങളായിട്ട് ഇന്ദ്രിയങ്ങൾ നമ്മൾ ത്വക്കായാലും ഈ ശ്വസനമായാലും അല്ലെങ്കിൽ ഈ ഓരോന്നിലൂടെയും നമ്മൾ ഒന്നിനെ തിരിച്ചറിയുന്നു. അത് ചില വസ്തുതകളാവാം, അല്ലെങ്കിൽ ചില പ്രത്യേക ഗുണങ്ങൾ ആവാം അല്ലെ. അപ്പൊ അങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത്, സെൻസേഷനിൽ നിന്നാണ് പെർസെപ്ഷൻ. ഇത് ഇന്നതാണ് എന്ന് പറയുന്ന ഒരു അവബോധത്തെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കുറേ എന്താ പറയാ കുറേ കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് മാത്രമല്ല, ആ കാര്യങ്ങളിൽ നിന്ന് ഒരു അവബോധ നിർമ്മിതിയിലേക്ക് എത്തുമ്പോഴാണ് അതൊരു ജ്ഞാനത്തിന്റെ ഒരു ആദ്യത്തെ പടിയായിട്ട് മാറും. അപ്പോൾ അത് അല്ല കുറെ സെൻസ് ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് പെർസെപ്ഷനാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഉണ്ടാവും, താൻ അറിയേണ്ടതാണ്, ഇത് ഇന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. അത് ഇന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, അത് ഇന്നതിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സെൻസറി സ്റ്റിമുലേഷൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാവും. ചില സെൻസറി സ്റ്റിമുലേഷൻ, കാരണം അതിനോടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത്, ചില ഉദ്ദീപനം എന്ന് പറയുന്നത്, അല്ലെ ചില ഉത്സാഹം എന്ന് പറയുന്നത്, അറിവ് ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ സംഗതികൾ, അല്ലെ ചില പ്ലഷർ ചിലപ്പോൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ചില ക്യൂ സെലക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങ് മനസ്സിലാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില വൈകല്യങ്ങൾ തിരിച്ചറിയുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നു. പലപ്പോഴും അതിനെ നമ്മൾ വേറെ തരത്തിൽ ആവിഷ്കരിക്കുക, വേറെ തരത്തിൽ നമ്മൾ ചില മെന്റൽ ഇമേജസ് ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കുക അല്ലെ. ഒരു അറിവിനെ നമ്മൾ ചില മെന്റൽ ഇമേജസ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വേറെ എന്തൊക്കെ ആയിട്ട് മാറ്റിയെടുക്കുക, ഇതെല്ലാം ഈ പെർസെപ്ഷന്റെ ഭാഗമാണ്. അതിനെ നമ്മൾ വേറെ തരത്തിലായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചിത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം പറഞ്ഞ ശേഷം ഒരു ചിത്രം അതുമായി ബന്ധപ്പെട്ട ഒരു ഇലസ്ട്രേഷനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉദാഹരണമായിട്ട് നമ്മളൊരു സവിശേഷമായ ഒരു ഫ്രെയിമിനെ കുറിച്ചാണ് പറയുന്നത് വിചാരിക്കും. ഒരു ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ചില വിഷ്വൽസ് കാണിക്കുമ്പോൾ ചില പ്രത്യേക ഫ്രെയിമുകൾ ആ കുട്ടി അതിന്ന് അല്ലെങ്കിൽ ഒരാൾ അതിന്ന് ഐഡന്റിഫൈ ചെയ്തെടുത്ത് ഇത് ഇന്ന ഫ്രെയിം ആണെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു ഫ്രെയിമിനെ എന്താ പറയാ പെട്ടെന്ന് സെൻസ് ചെയ്ത് അതിന്റെ പെർസെപ്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ നിന്നാണ് ഈ സെറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ സ്ഥിതി എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അതായത് സന്നദ്ധതയുടെ ഒരു അവസ്ഥയാണ് അല്ലെ. ഇപ്പൊ ഈ പറയുന്ന ഈ പെർസെപ്ഷനിൽ നിന്ന് ഈ പറയുന്ന സാഹചര്യത്തോട് അനുകൂലമായി പ്രതികരിക്കാനുള്ള ഒരു മാനസിക സന്നദ്ധത ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അല്ലെ. മാനസിക സന്നദ്ധത ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 4 or 5 കഥകളോ മറ്റോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ എന്താണ് നല്ല ലിറ്ററേച്ചർ എന്നും എന്താണ് മോശം ലിറ്ററേച്ചർ എന്നൊക്കെ തിരിച്ചറിയുക, അല്ലെങ്കിൽ ആ ലിറ്ററേച്ചർ ഉണ്ടാക്കുന്ന ഒരു അനുഭൂതി, സെൻസേഷൻ ആണല്ലോ. ഈ അനുഭൂതിയിൽ നിന്ന് ഈ പറയുന്ന ഈ അവബോധം ഉണ്ടാകുമ്പോൾ ഇത്തരം അനുഭൂതികൾ തേടിപ്പോകാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു അനുഭൂതിയെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു താല്പര്യം, വേറൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, നറേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചില താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെന്റൽ സെറ്റിനെയാണ് നമ്മൾ, മാനസിക സ്ഥിതിയെയാണ് അതൊരു ഇനി ചെയ്യാൻ പോകുന്ന ചലനപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മാനസിക സന്നദ്ധതയാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്
അല്ലെ. ഉദാഹരണമായിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി നോക്കും. നിങ്ങളൊരു കഥ വായിക്കുന്നു, ഒരു കവിത വായിക്കുന്നു. ഈ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില പ്ലഷറുകൾ ഉണ്ടാവുന്നത്, ചില അനുഭൂതികളുണ്ട്. ഈ അനുഭൂതികളിൽ നിന്നാണ് ഇത് എന്താ പറയാ, ഇതിനോട് എനിക്ക് പ്രതികരിക്കണമെന്നും എനിക്കുണ്ടായ അനുഭൂതിയെ മറ്റൊരാൾക്ക് അത് ചെയ്യണം എന്നൊക്കെ ചില തോന്നലുകളിൽ നിന്നാണ് ശരി എന്നാൽ ഞാൻ ഇത് ഇങ്ങനെ ആവിഷ്കരിച്ച് കളയാം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കളയാം എന്നൊക്കെ പറയുന്ന ചില മെന്റൽ സ്റ്റേറ്റും അതിനാവശ്യം അതിന്റെ തുടരെയായ ചില ഫിസിക്കൽ സ്റ്റേറ്റും ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെയാണ് മനസ്സും ശരീരവും തമ്മിലൊരു ബന്ധം. മനസ്സിന്റെ തോന്നൽ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ആ മനസ്സ് ശരീരത്തോട് ശരി നമ്മൾ ഇത് തയ്യാറാവുക, ഈ ട്രാൻസ്ലേഷൻ തയ്യാറാവുക എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം എന്ന് പറയും. ഓക്കെ, അതിനാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ വളരെ യാന്ത്രികമായിട്ട് ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ ഇടയ്ക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, പറയുക, അങ്ങനെ ഇരുത്തുക എന്നൊക്കെ പറയുന്ന ചില കലാപരിപാടികളൊക്കെ പണ്ട് ഈ BEd കാലത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്ലാസ്സിൽ ഉറങ്ങുന്നു, വേഗം എഴുന്നേൽക്കുക, സ്റ്റാൻഡ് സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ അഭ്യാസങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. ഇതാണ് പ്രധാനമായിട്ടും അതിന്റെ ഒരു ഉദാഹരണത്തിന് കവിത, കുട്ടികളോട് നമ്മൾ കവിത ചൊല്ലാൻ ആവശ്യപ്പെടും. ഓക്കെ, അപ്പൊ നമ്മളൊരു കവിത ചൊല്ലുന്നു. ഇപ്പോൾ അധ്യാപകനൊരു കവിത ചൊല്ലുമ്പോൾ വളരെ ഇത് മറ്റു രീതിയിൽ എങ്ങനെ ചൊല്ലാമെന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കുട്ടിയെ കൊണ്ട് ഇത് ചൊല്ലിക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് കവിത ചൊല്ലാനുള്ള എനിക്കിത് ഇങ്ങനെ ചൊല്ലണം എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാവുക. അതാണ് ഈ പെർസെപ്ഷനിൽ നിന്ന് ശരി ഞാൻ ഇങ്ങനെ കവിത ചൊല്ലാൻ ആ കുട്ടി തയ്യാറാവുകയും ആ കുട്ടി ആ കവിത ക്ലാസ്സിലേക്ക് പ്രസന്റ് ചെയ്യും. ഇൻഹിബിഷൻസ് ഒക്കെ മാറ്റി ആ കുട്ടി കവിത ഇത് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഗൈഡഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് അധ്യാപകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, ശരി ഇനി ഇതിന്റെ ബാക്കി ഒരു ശ്ലോകം അല്ലെങ്കിൽ ഞാനൊരു ശ്ലോകം ചൊല്ലുന്നു, ഇതിന് സമാനമായ ഒരു സാധനം, ഒരു കവിതാഭാഗം, ഇതേ മൂടുള്ള മറ്റൊരു കവിത നിങ്ങൾ ആരെങ്കിലും ചൊല്ലൂ എന്ന് പറയും. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ മൂഡ് എന്നുള്ള ഒരു പെർസെപ്ഷനിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ ആ മൂഡ് തിരിച്ചറിയുന്നു. അപ്പൊ അതിനോട് പ്രതികരിക്കണം എന്നുള്ള തോന്നലുണ്ടാവുന്നു. സമാനമായ ചില കാവ്യഭാവങ്ങളെ അനുഭവങ്ങളെ കുട്ടി അന്വേഷിക്കുന്നു അല്ലെ. അത് ചൊല്ലിക്കളയാമെന്നുള്ള തോന്നലുണ്ടാവുന്നു അല്ലെ. അപ്പൊ ഇയാളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ഒരു തരം ഇമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു തരം ഫിസിക്കൽ ഇമിറ്റേഷൻ ആവും അധ്യാപകൻ അതാണ് ഗൈഡഡ് റെസ്പോൺസ്. ഈ ഗൈഡഡ് റെസ്പോൺസ് ആണ് ആദ്യമായിട്ട് ഒരാളിൽ നിന്നും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചില അഭ്യാസങ്ങൾ നൽകുന്നത്, ക്ലാസ്സിൽ ചില അഭ്യാസങ്ങൾ നൽകുന്നു അല്ലെ. ഹോംവർക്കുകൾ എന്ന് പറഞ്ഞാൽ അസൈൻമെന്റുകൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മളൊരു പ്രത്യേക അസൈൻ ചെയ്യുന്നു, അപ്പൊ അത് ഗൈഡഡ് പ്രിൻസിപ്പിളാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ഇത് ഇന്നതാണെന്ന് പറയും അല്ലെ. അടുത്ത ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ യാന്ത്രികം വളരെ മെക്കാനിക്കൽ ആയിട്ട് തന്നെ ഇത്തരം ഒരു സംഗതി ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഉദാഹരണമായിട്ട് ഒരു ബുക്ക് റിവ്യൂ എഴുതാൻ നമ്മൾ ആവശ്യപ്പെടും അല്ലെ. നിങ്ങളൊരു പുസ്തകം വായിച്ചാൽ ബുക്ക് റിവ്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞു കുട്ടികൾ അതിനുശേഷം ഒരു ചെറിയൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഗൈഡഡ് റെസ്പോൺസ് ആണ് അല്ലെ. ആ ഗൈഡഡ് റെസ്പോൺസിൽ നിന്ന് പിന്നീട് ശരി ഇനി നിങ്ങൾ വായിക്കുന്ന എല്ലാ സംഗതികളിലും നിങ്ങൾ ഇങ്ങനെ ഓരോ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കണം എന്ന് നമ്മൾ വേഗമായിട്ട് പറയുന്നു വിചാരിക്കും. അപ്പൊ അത് ഈ പറയുന്ന മെക്കാനിസം എന്ന് പറയുന്ന തലത്തിലേക്ക് അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം കാണുന്ന സമയത്ത് ഇത് താൻ കുറിപ്പ് എഴുതേണ്ടതാണെന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നു. ഇത് വളരെ വളരെ യാന്ത്രികം എന്നുള്ളത് കുറെയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനോട് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ ഇങ്ങനെയാണ് താൻ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ചിലപ്പോൾ ബുള്ളറ്റ് ഫോമുകൾ എഴുതണം നമ്മൾ പറയും. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ചില ബുള്ളറ്റ് ഫോമുകൾ, അപ്പൊ പിന്നീട് നമ്മൾ എന്ത് കാണുമ്പോഴും ആ ബുള്ളറ്റ് ഫോമിൽ അത് എഴുതാനുള്ള ഒരു സംഗതി വളരെ വളരെ മെക്കാനിക്കലായിട്ട് അധ്യാപകന്റെ നിർദ്ദേശം ഇല്ലാതെ തന്നെ അത് ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടിയെത്തുന്ന ഒരു ഘട്ടമാണ് ഈ മെക്കാനിസം എന്ന് പറയുന്ന ഒരു ഘട്ടം അല്ലെ. അടുത്തത് ഈ പറയുന്ന എന്താ പറയാ കോംപ്ലക്സ് ഓവർ റെസ്പോൺസ് എന്ന് പറയുന്ന അഞ്ചാമത്തെ ഘട്ടം. അതായത് ഈ സിമ്പിൾ ആയിട്ടുള്ള, അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു അത് അതേപോലെ ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ അതിനുശേഷം നമ്മൾ പറഞ്ഞില്ലെങ്കിലും അത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് മാറിയിട്ട് അതൊരു സ്കില്ലായിട്ട് വികസിക്കുന്നു എന്ന് പറയും. അപ്പൊ അതിന്റെ സമാനം അല്ലാത്തൊരു സിറ്റുവേഷനിൽ പോലും ആ കുട്ടി അത് ഐഡന്റിഫൈ ചെയ്തിട്ട് സ്വയം അത് ചെയ്യാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നതാണ് കോംപ്ലക്സ് ഓവർ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. അപ്പൊ അത് ഈ പറയുന്നത് പോലെ ഒരു വാക്യം മനസ്സിലാക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഘടന എന്താണ്, അല്ലെങ്കിൽ ഒരു കവിതയുടെ ഒരു ഒരു ശ്ലോകം കാണുമ്പോൾ ഇതിന്റെ വൃത്തം എന്താണെന്ന് നോക്കിയാലോ എന്നൊക്കെ പറയാം. അപ്പോൾ സത്യത്തിൽ ആ കുട്ടിയുടെ മുന്നിൽ ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലം സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക്, അതാണ് കംപ്ലീറ്റ് ഓവർ റെസ്പോൺസ്. ഏത് വാക്യം കാണുമ്പോഴും അതിന്റെ വ്യാകരണം ഒന്ന് അഴിച്ചു നോക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കുട്ടി എത്തുന്ന രീതിയിലേക്ക് ആകുമ്പോൾ ഇതൊരു ജ്ഞാനത്തെ ഏത് സന്ദർഭത്തിലേക്കും ആ കുട്ടിക്ക് അപ്ലൈ ചെയ്യാവുന്ന, അപ്പോഴേക്കും അധ്യാപകന്റെ ഗൈഡഡ് ആയ സംഗതി മാറി അതിനനുസരിച്ച് ഈ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പരിശീലനത്തിന്റെ സ്വഭാവത്തിലേക്ക് എത്തി. അതല്ലാതെ തന്നെ ഏത് സംഗതിയിലേക്കും അങ്ങനെ എന്താ പറയാ ഈ ഒരു
തൻ്റെതായ രീതിയിൽ തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, വളരെ നിയന്ത്രണത്തോടുകൂടെ ഇതിനോട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, അതിനുള്ള ഒരു ശീലം അല്ലെങ്കിൽ ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന കംപ്ലീറ്റ് ഓവർ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് അടുത്തൊരു ഘട്ടത്തിലെങ്കിലും അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തും അല്ലെ. ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയാ സാഹചര്യങ്ങളെ ഏറ്റവും രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് ഒരു സവിശേഷമായ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തെ കാണാനും അല്ലെ ആ പ്രശ്നത്തെ അപഗ്രഥിക്കാനൊക്കെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് അടുത്ത ഘട്ടമാകുമ്പോഴേക്കും അത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നു. ഇങ്ങനെ 7 ആയിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. ആ 7ന്റെയും ചില സാഹചര്യങ്ങൾ ഈ ഒരു സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. പെർസെപ്ഷൻ, സെറ്റ്, ഗൈഡ് റെസ്പോൺസ്, മെക്കാനിസം, കംപ്ലീറ്റ് ഓവർ റെസ്പോൺസ്, അഡാപ്റ്റേഷൻ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ. ഇപ്പൊ സെൻസ് ക്യൂസ് ദാറ്റ് ഗൈഡ് മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അപ്പൊ ഡിറ്റക്ട് ചെയ്യുന്നു, ഹിയർ, ലിസൺ അല്ലെ, അതിന്റെ വെർബുകൾ നോക്കി ഒബ്സർവ് നിരീക്ഷിക്കുന്നു, പ്രിസീവ് ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലെ, തിരിച്ചറിയുന്നു, കാണുന്നു, സെൻസ് ചെയ്യുന്നു, സ്മെല് ചെയ്യുന്നു, ടേസ്റ്റ് ചെയ്യുന്നു അല്ലെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതിനുശേഷമാണ് ഈ മെന്റൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ, അച്ചീവ്, അസ്യൂം, എസ്റ്റാബ്ലിഷ് അല്ലെ, അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ വെർബ് അല്ലെ, അല്ലെങ്കിൽ സിറ്റ്, സ്റ്റാൻഡ്, സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ അല്ലെ. ഒരു കാര്യത്തെ ശ്രദ്ധിക്കുക, ഇതിനെ അവലോകനം ചെയ്യുക, അല്ലെങ്കിൽ ഇത് ശ്രദ്ധാപൂർവം വായിക്കുക എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഗൈഡഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലെ, ഇമിറ്റേറ്റ്സ് ആൻഡ് പ്രാക്ടീസ് സ്കിൽസ് അല്ലെ. അങ്ങനെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ്, ഇമിറ്റേറ്റ്, മാനിപ്പുലേറ്റ്, ഓപ്പറേറ്റ്, പ്രാക്ടീസ് അല്ലെ, റിപ്പീറ്റ്, ട്രൈ അല്ലെ. ഇതൊന്ന് ശ്രമിക്കാൻ പറയും അല്ലെ. ഒരു സാധനം നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കും, ഇത് നിങ്ങൾ ഒരു 6 തവണ ചെയ്യുക, 10 തവണ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. ഇതാണ് ഗൈഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. മെക്കാനിസം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഗതിയിൽ കുറെ കൂടെ മാസ്റ്ററി നേടാനുള്ള എന്താ പറയുക, അധ്യാപകന്റെ ഈ ഒരു കൊടുത്തൊരു വർക്ക് മാത്രമല്ല, അത് പലതിലേക്കും അപ്ലൈ ചെയ്തുകൊണ്ട് ആ സ്കില്ല് നേടുന്നതിന്റെ, അതിന്റെ എഫിഷ്യൻസി നേടുന്നതിന്റെ ഒരു സംഗതിയാണ്. അതിന് കുറച്ചുകൂടെ നമ്മൾ ഈ പ്രൊഫിഷ്യൻസിയും അതുപോലെ തന്നെ കോൺഫിഡൻസും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് കംപ്ലീറ്റ് കണ്ടക്ട്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇംപ്രൂവ് എഫിഷ്യൻസി അല്ലെ. അപ്പൊ നമ്മൾ ഈ സെമിനാറുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് ഈ ഒരു ലെവലിൽ ആണ് പ്രധാനമായിട്ട് അത് വരുന്നത് അല്ലെ. കാരണം അവിടെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് സ്വയം സോൾവ് ചെയ്യുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അത് അപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് എത്തുന്നു അല്ലെ. കംപ്ലീറ്റ് ഓവർ റെസ്പോൺസ് എന്ന് പറയുന്നത് പെർഫോംസ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നത് ഈ പറയുന്ന സാഹചര്യത്തിലല്ലാതെയും ക്ലാസ് റൂം അന്തരീക്ഷത്തിലല്ലാതെയും ഏത് സ്ഥലത്തും ഈ സാധനം കാണുമ്പോൾ ഇതെന്താണെന്ന് നോക്കിക്കളയാം എന്ന് പറയുന്ന സാധനം ആക്ട് എന്ന് പറയുന്നത് അല്ലെ. അഡ്വാൻസ്, കൺട്രോൾ, ഡയറക്റ്റ്, എക്സൽ, ഗൈഡ്, മെയിൻറ്റെയിൻ, മാനേജ്, അങ്ങനെയൊക്കെ പറയുന്ന ഓർഗനൈസ് എന്നൊക്കെ പറയുന്ന ചില ആക്ഷൻ വെർബുകൾ. അഡാപ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ചില സ്കിൽസുകൾ നമ്മൾ ഒരു പ്രോബ്ലം സിറ്റുവേഷനിൽ നിന്ന് അല്ലെ എന്താ പറയാ, ചില സ്കിൽസുകൾ നമ്മൾ അതിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് താൻ നേരത്തെ നേടിയിട്ടുള്ള ഒരു അറിവിനെ അഴിച്ചെടുത്തുകൊണ്ട് ഈ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് അതിനെ മാറ്റി ഉപയോഗിക്കാനുള്ള ഒരു സംഗതി. അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. റീ ഓർഗനൈസ് ചെയ്യുക, അൾട്ടർ ചെയ്യുക, റിവൈസ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക അല്ലെ. അപ്പൊ താൻ മനസ്സിലാക്കിയ ഒരു തിയറിയെ ഒരു പുതിയ സാഹചര്യത്തിൽ വേറെ തരത്തിൽ പ്രയോഗിക്കുന്നതിനും ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ അടുത്ത കാലത്തൊരു സിനിമയിൽ ഇന്ദ്രൻസ് ഉണ്ടല്ലോ, ഇന്ദ്രൻസിനോട് ഒരാളൊരു സൈക്കോളജിസ്റ്റ് ഒരു സംഗതി പറയുന്നു, ഒരു കേസ് സ്റ്റഡി പോലത്തെ കാര്യം പറഞ്ഞു. ചില അതേ സാധനം അയാൾ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് തന്റെ മക്കളോട് പറയാൻ ശ്രമിക്കും. ആ ഒരു ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അവിടെ മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇതിനനുസരിച്ച് ഈ സാധനത്തെ മാറ്റിയെടുക്കാനൊരു സ്കിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ അയാൾ പറയാൻ പോകുന്ന ഒരു ഉദാഹരണം അവിടെ അങ്ങ് പൊളിഞ്ഞു പോകുന്നു. അപ്പൊ അതാണ് ഈ അഡാപ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ സിറ്റുവേഷനിൽ പുതിയ പുതിയ പാറ്റേണുകളെ ഉണ്ടാക്കിയെടുക്കുന്ന തലത്തിലേക്ക് നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ നമ്മൾ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ പറഞ്ഞ അതേ സാധനം തന്നെ സൈക്കോമോട്ടോർ ഡൊമൈനിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ സത്യത്തിലുള്ളൂ. അതിന്റെ ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ നമ്മൾ എഴുതിയത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ലോവർ ഡൊമൈനും ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ഡൊമൈനുമാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. അതായത് ഈ പറയുന്ന റിവൈസ്ഡ് ടാക്സോണമി ഇത് തൊട്ടിട്ടാണ് ആൻഡേഴ്സണും ക്രാത്തോളും ചേർന്നിട്ടാണ് 2001 ഈ പറയുന്ന, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് ബ്ലൂം ആൻഡേഴ്സൺ ടാക്സോണമി എന്ന പേരിലാണ് ഇപ്പോൾ നമ്മൾ ഇത് പറയുന്നത്. ഈ ഒരു അതിനകത്തുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. അനാലിസിസ് എന്ന് പറയുന്നത്, അനലൈസിങ് എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അപ്ലൈയിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു വ്യത്യാസം, നമുക്ക് ഇതിനെ ഒരു നാമ സ്വഭാവത്തിൽ നിന്ന് മാറി അതിനെ ക്രിയാരൂപങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്നത്, ആക്ഷൻ വെർബുകളാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട റിമെമ്പറിങ് എന്നാണ്. നോളജ് എന്നല്ല, റിമെമ്പറിങ്
എന്ന് പറയുന്ന രീതിയിൽ ഒരു ക്രിയയാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു, റീറൈറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ഡൊമൈനകത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ക്രിയേറ്റിംഗ് എന്ന് പറയുന്നതാണ്, അതായത് ഈ പറയുന്ന സൃഷ്ടിക്കുക, നിർമ്മിച്ചെടുക്കുക, അല്ലെ സർഗാത്മകമായ ഒരു വൃത്തിക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുകയും ഇവാലുവേഷനിൽ തൊട്ട് താഴേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ചില ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇത് നേരത്തെ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഹയർ ലെവൽ കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ഹയർ ഓർഡർ തിങ്കിങ് എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ റിവൈസ്ഡ് ടാക്സോണമിയിൽ ഉള്ളൊരു സംഗതി റിമെമ്പറിങ്, റീകാളിങ് ഇൻഫോർമേഷൻ, അല്ലെ, റെക്കഗ്നൈസിങ്, ലിസ്റ്റിംഗ്, ഡിസ്ക്രൈബിങ്, റിട്രീവിങ്, നെയിമിങ്, ഫൈൻഡിങ്, അല്ലെ, എല്ലാം ക്രിയകളാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇത് അപ്പോഴാണ് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അത് വെറും ഒരു കാര്യത്തെ ഓർത്തെടുത്ത് എഴുതുക എന്നത് മാത്രമല്ല റിമെമ്പറിങ് എന്ന് പറയുന്നത്. ഒരു സാധനത്തെ ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിവരിക്കുക, നിർവചിച്ചുദാഹരിക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നെയിമിംഗ് സംഗതി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വെച്ച് കൊടുക്കുക, ഫൈൻഡ് ചെയ്യുക, കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക ചേരുംപിടി ചേർക്കുക, അങ്ങനെയുള്ള പല സംഗതികളും അടിസ്ഥാനപരമായിട്ട് എന്താണ് ഈ റിമെമ്പറിങ് എന്ന് പറയുന്ന ലോവർ ലെവലിലുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലെ. അതിനെ നമ്മൾ ഗ്രഹണം എന്ന തലത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് പലപ്പോഴും തെറ്റായിട്ട് കൊടുക്കാത്ത, അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിനിങ് ഐഡിയാസ് ഓർ എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ അവബോധത്തിൽ നിന്ന് മനസ്സിലാക്കി ഇതിനെ മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കുമ്പോഴാണ് സമ്മറൈസ് ചെയ്യുക, അതിനെ വ്യാഖ്യാനിക്കുക, അല്ലെ, പാരാഫ്രൈസ് ചെയ്യുക, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റുക, അല്ലെ, പുതിയ രീതിയിൽ അതിനെ വർഗീകരിക്കുക, അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളെ എന്താ പറയുക അപഗ്രഥിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ, വിശദീകരിക്കുക എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഉദാഹരണമായിട്ടൊരു വലിയ പാരഗ്രാഫ് തന്നാൽ അതിന് നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ തലത്തിലേക്ക്, അപ്പോൾ ആ പാരഗ്രാഫ് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതിൽ നിന്ന് ചില ആശയങ്ങളെ എന്താ പറയുക ആശയങ്ങളെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് ആശയം ഗ്രഹിച്ച് നമ്മളത് ചെയ്യുന്നു. മറ്റേ കേവലം ഈ റിമെമ്പറിങ് അല്ല എന്നുള്ളത്. അപ്ലൈയിങ് എന്ന് പറയുന്നത് ഇതിനെ വേറെ പുതിയ സിറ്റുവേഷനിലേക്ക് അത് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെ. അത് മറ്റൊരു ഫെമിലിയർ ആയ സിറ്റുവേഷനിലേക്ക്, അല്ലെ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന, ക്യാരിയിങ് ഔട്ട്, യൂസിങ്, എക്സിക്യൂട്ടിങ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും നമ്മൾ ഭാഷാധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരം നമ്മൾ ചില വൃത്തം ഇങ്ങനെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വ്യാകരണം എന്നൊക്കെ ചുരുങ്ങിയ മേഖലയിലേക്കാണ് നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അനലൈസിങ് എന്ന് പറയാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന സാധനത്തെ ശകലങ്ങളാക്കി എടുത്തുകൊണ്ട് അപഗ്രഥിച്ചെടുത്തുകൊണ്ട് അതിനെ ഉദ്ഗതിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലം എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അതിന്റെ റിലേഷൻഷിപ്പ് കണ്ടെത്തുക, അല്ലെ, താരതമ്യം ചെയ്യുക, റീഓർഗനൈസ് ചെയ്യുക, ഡീകൺസ്ട്രക്ട് ചെയ്യുക, ഇന്ററോഗേറ്റ് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, ഇത്തരം എല്ലാ വർബുകൾ വരുന്ന സാധനങ്ങൾ ആ ലെവലിലായിരിക്കും. ഇവാലുവേറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണത്തിന് സാഹിത്യ ചരിത്രമായ അല്ലെങ്കിൽ ഒരു കൃതിയുടെ ആസ്വാദനമായ, അല്ലെ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ വർഗീകരണ യുക്തികൾ, അതിനകത്തുള്ള വിശദീകരണ യുക്തികൾ, അല്ലെ, അതിനകത്തുള്ള നിരീക്ഷണ യുക്തികൾ, ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയാ അപഗ്രഥിച്ചെടുത്തുകൊണ്ട് അതെന്താണ് എന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ കണ്ടെത്തുമ്പോൾ അതിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു വലിയ തലത്തിലേക്ക് അവിടെ എത്തുന്നു, അല്ലെ. അവിടെ വിമർശാത്മക ചിന്ത എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവിടെ എത്തുന്നു എന്നുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരു തലത്തിലേക്ക് അവിടെ എത്തുന്നു. അതാണ് ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത്, കുറച്ച് ഹയർ ലെവലാവും. ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ അതല്ല, സത്യത്തിൽ ഒരു പുതിയ ഒരു സംഗതിയെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒന്നാണ് ക്രിയേറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. പ്രൊഡ്യൂസിങ്, ഇൻവൈൻഡിങ്, കൺസ്ട്രക്റ്റിംഗ് തുടങ്ങിയ സംഗതികളൊക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതാണ് ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ചില ആക്ഷൻ വർബുകളെ കൂടെ നമുക്കൊന്ന് ഓടിച്ചൊന്ന് പരിചയപ്പെടുത്തി മറ്റ് സംഗതികളിലേക്ക് പോവാം. ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എന്താണ് നോളജ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യുക, നെയിം ചെയ്യുക, റീകാൾ, റെക്കോർഡ്, അല്ലെ, റിലേറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക, അല്ലെ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതികൾ, അല്ലെ. കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുക, ഡിസ്ക്രൈബ്, ഡിസ്കസ്, എക്സ്പ്ലെയിൻ, എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന ഈ ചില വർബുകളാണല്ലോ. അപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, പ്രാക്ടീസ്, ഷെഡ്യൂൾ, സ്കെച്ച് എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് പലതും നമ്മുടെ ഭാഷാ പഠനവുമായിട്ട് അത്ര ബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അനലൈസ് എന്നൊക്കെ പറയുന്നതിനകത്തും ഈ പറഞ്ഞ പോലെ ഡിബൈറ്റ്, സംവദിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടോ, അല്ലെ. അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എഴുതുമ്പോൾ ഈ പറയുന്ന ഏത് ആക്ഷൻ വെർബാണ്, അല്ലെ, അതിനെക്കുറിച്ച് പരിചിന്തനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ വിചിത്രമായ പല സംഗതികളും നമ്മളിങ്ങനെ അപ്പൊ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആക്ഷൻ വർബുകളെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു 6-7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് നമുക്ക് അതിനകത്ത് ഉപയോഗിച്ചിരുന്ന ക്രിയാ പദങ്ങളെ എടുത്തുകൊണ്ട് നമുക്ക് ബ്ലൂംസ് ടാക്സോണമി വെച്ച് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും, അല്ലെ. അത്തരം ഒരു ശ്രമം നിങ്ങൾക്ക് നടത്തിയത് ഭയങ്കര ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഏത് ക്രിയാപദം ആണ് ഉപയോഗിക്കേണ്ടത്, അപ്പൊ നമ്മൾ കൊടുക്കേണ്ട വെയിറ്റേജ് എന്താണ് തുടങ്ങിയ ധാരണകളിലേക്ക് നമ്മുടെ എത്താൻ കഴിയും എന്നുള്ളത്. അതേപോലെ തന്നെ സിന്തസിസും ഇവാലുവേഷനും നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്ന ആക്ഷൻ വർബുകൾ. ഓക്കെ,
ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹയർ ഓർഡർ ഹോട്ട്സ് എന്ന് പറഞ്ഞാൽ ലോട്ട്സിൽ നിന്ന് ഹോട്ട്സിലേക്കുള്ളൊരു മാറ്റമാണ് അല്ലെ. ഇത് ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ബ്ലൂംസ് ഡിജിറ്റൽ ടാക്സോണമി എന്ന് പറയുന്ന 2010 ബ്ലൂംസ് ഡിജിറ്റൽ ടാക്സോണമി എന്ന് പറയുന്ന ഇതിൻ്റെ ഈ പറയുന്ന ഈ ഓൺലൈൻ ലേണിങ്ങുകളോ ഇ ലേണിങ്ങുകളോ ബ്ലെൻഡഡ് ലേണിംഗ് ഒക്കെ വരുന്ന ഒരു ഹൈബ്രിഡ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ വെബ് അസിസ്റ്റഡ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതിക്ക് അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളെ തന്നെ IT-യുടെ ഒരു നമ്മൾ പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ TPAC എന്ന് പറയും. TPAC എന്ന് പുതിയ കാലത്ത് ആ ഒരാശയം കൂടെ ഒന്ന് സൂചിപ്പിച്ച് നമുക്കതിലേക്ക് പോവാം. അതായത് നേരത്തെ നമുക്ക് ഒരു അധ്യാപകനുണ്ടാവേണ്ട ഗുണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പെഡഗോജി എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. പെഡഗോജിക് നോളജ് എന്ന് പറഞ്ഞാൽ ബോധന രീതിശാസ്ത്രപരമായ അറിവ് എന്ന്. അത് എങ്ങനെയാണ് പഠിപ്പിക്കുക, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തൻ്റെ കണ്ടന്റ് എങ്ങനെയാണ്, ഈ ജ്ഞാനം എങ്ങനെയാണ് ട്രാൻസാക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്താണെന്ന് ഉള്ളതിനെ സംബന്ധിച്ച അറിവിനെയാണ് നമ്മൾ പെഡഗോജി അല്ലെങ്കിൽ ബോധന രീതിശാസ്ത്രം, ബോധന തന്ത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഗതി അല്ലെ. അപ്പൊ ആ പെഡഗോജിക് നോളജ് ഉണ്ടാവുക എന്ന് പറഞ്ഞ ഒരു കാര്യമായിട്ട് പറയും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ കണ്ടന്റ് നോളജ് ഉണ്ടാവണം എന്ന് അല്ലെ. താൻ പഠിപ്പിക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഒരു അറിവുണ്ടായിരിക്കുകയും നല്ല കണ്ടമാനം മാസ്റ്ററി നേടണം, കണ്ടമാനം അറിഞ്ഞു അത് പഠിക്കണം. ആ കണ്ടന്റ് നോളജാണ് അധ്യാപകന്റെ ഏറ്റവും വലിയ ഉറപ്പ്. ഒരു ക്ലാസ് മുറിക്കകത്ത് ഒരു അധ്യാപകന്റെ ഉറപ്പ് ആ വിഷയത്തിലുള്ള എന്താ പറയാ പരിധികളില്ലാത്ത അറിവ് എന്ന് പറയുന്നത്. അപ്പൊ ആ അറിവാണ് പ്രധാനം. അപ്പൊ അധ്യാപകർ ഒരു സർവകലാശാലയാണെന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വലിയ അറിവുള്ള ആളാണ്. ഈ അറിവ് അപ്പൊ അറിവുള്ള ഒരു അധ്യാപകന് അവിടെ നിൽക്കാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കണ്ടന്റ് നോളജിന് വലിയ പ്രാധാന്യം ആദ്യകാലത്ത് കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പെഡഗോജിക് നോളജ് എന്ന് പറയുന്നത്. ഈ കണ്ടന്റ് നോളജ് പെഡഗോജിക് നോളജും ചേർന്നാണ് PCK, പെഡഗോജിക് കണ്ടന്റ് നോളജ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് 20th സെഞ്ച്വറിയിലെ 20ാം നൂറ്റാണ്ടില് ബോധന രീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അധ്യാപകരുണ്ടായിരിക്കേണ്ട അറിവുകളെ കുറിച്ച് PCK എന്ന് പറയുന്നത് പെഡഗോജിക് കണ്ടന്റ് നോളജ് അല്ലെ. അതോടൊപ്പം തന്നെ അധ്യാപകൻ എന്തൊക്കെ ഉണ്ടാവണം, ചില സോഫ്റ്റ് സ്കില്ലുകളൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അല്ലെ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ കൗൺസിലിംഗ് സ്കിൽ എന്നൊക്കെ പറയുന്നത്, ഗൈഡ് ചെയ്യാണ് ചില സ്കില്ല്. അതോടൊപ്പം തന്നെ ചില എന്താ പറയുക ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കിൽസുകൾ നമ്മൾ അല്ലെ. ഇപ്പൊ ഡിസിപ്ലിൻ വെക്കാം, ബഹളം ഉണ്ടാക്കാതിരിക്കാൻ കുട്ടി അങ്ങനെ അത്തരം ചില കാര്യങ്ങളൊക്കെ, അത്തരം ചില ശേഷികളെ കൂടെ അധ്യാപകന് വേണ്ട ചില ഗുണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു. ഇതാണ് മുമ്പ് ഉണ്ടായിരുന്ന അധ്യാപകന് വേണ്ട ഗുണങ്ങളെങ്കിൽ പുതിയ കാലത്ത് നമ്മൾ അതിനെ പറയുന്നത്, പുതിയ കാലത്ത് അതിന്റെ ടെർമിനോളജി എന്ന് പറയുന്നത് TPAC എന്നാണ്. TPAC ടെക്നോളജിക്കൽ പെഡഗോജിക് കണ്ടന്റ് നോളജ് എന്നാണ്. TPACK ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ ആൻഡ് കണ്ടന്റ് നോളജ് എന്ന് പറഞ്ഞു. TPAC എന്ന് ചുരുക്കി പറയാം. എന്താ ഈ വ്യത്യാസം എന്ന് പറഞ്ഞത്? വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഈ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധനത്തെ അതിനകത്തേക്ക് എഴുതി ചേർക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഒന്ന് അധ്യാപകന് സാങ്കേതികമായ അറിവുണ്ടായിരിക്കണം. നേരത്തെ നമ്മൾ ചില ബോധന ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്ന രീതിയിൽ ബോധന ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നായിരുന്നു അല്ലെ. അപ്പൊ പെഡഗോജിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് നമ്മൾ BEd പോലെ അപ്പൊ അത്തരം വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞ TTC പോലുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് എന്ന വാക്ക് തന്നെ നമ്മൾ ഒഴിവാക്കുകയും പൊതുവെ എഡ്യൂക്കേഷനെ നമ്മൾ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന രീതിയിലേക്ക് തന്നെ മാറ്റുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം അല്ലെ. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന രീതിയിലാണ് നമ്മളതിനെ പൊതുവെ വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ടെക്നോളജി എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞ ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, ഈ സാങ്കേതികമായ പരിജ്ഞാനവും ടെക്നോളജിക്കൽ നോളജും ഉണ്ടാവണം. ഈ ടെക്നോളജിക്കൽ നോളജ് പറഞ്ഞ സാങ്കേതികമായ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള അറിവ് എന്നുള്ള അർത്ഥത്തിലല്ല വിദ്യാഭ്യാസ ദർശനത്തെ പുതിയ കാലത്ത് പെഡഗോജിയിൽ അത് ഉപയോഗിക്കുന്നത്. മറിച്ച് അതിനകത്ത് വീണ്ടും അതിനകത്ത് ചില ഡീറ്റെയിലിംഗ് അതിനകത്തുണ്ട്. അതായത് ടെക്നോളജിക്കൽ നോളജ് മാത്രം പോരാ, TCK എന്ന് പറയുന്ന ടെക്നോളജിക്കൽ കണ്ടന്റ് നോളജ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വിഷയത്തിനകത്ത് അറിവുണ്ടാക്കാൻ ഈ കണ്ടന്റ് നോളജ് ജനറേറ്റ് ചെയ്യാനോ കണ്ടന്റ് നോളജ് സ്വാംശീകരിച്ചെടുക്കാനും സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാനുള്ള ഒരു അറിവ് അധ്യാപകനുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഇതാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ മലയാളം പഠിക്കുമ്പോൾ മലയാളവുമായി ബന്ധപ്പെട്ട് ഉള്ള നോളജ് റെപ്പോസിറ്ററികൾ അല്ലെ, പല നമുക്ക് വിക്കിപീഡിയ നോക്കുക, മറ്റു നോക്കുക, അത് കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുന്ന സംഗതി. അല്ലെങ്കിൽ വലിയ വലിയ ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സുകൾ നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ മറ്റു പല സംഗതികളിൽ. അപ്പൊ അതൊക്കെ വലിയ റെപ്പോസിറ്ററികളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അത് കണ്ടന്റിനെ ആർജിച്ചെടുക്കാൻ വേണ്ടി കണ്ടന്റ് നോളജ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ടെക്നോളജിയുടെ ഉപയോഗം എന്ന് പറയുന്ന ഒരു സംഗതി, ഇതിനാണ് TCK എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പെഡഗോജിക് കണ്ടന്റ് നോളജ് എന്ന് പറയുന്നത്
അല്ലെ? എന്താണ് വ്യത്യാസം കണ്ടന്റ് നോളജും പെഡഗോജിക് നോളജും എന്നുള്ളത്? ഒന്ന് വാട്ട് പാർട്ട് ഓഫ് ദ നോളജ് ആണെങ്കിൽ, വാട്ട് പാർട്ട് ഓഫ് ദ നോളജ്, എന്താണ് അറിവ് എന്ന് പറയുന്നത്, അതിന്റെ വാട്ട് പാർട്ട് ആണെങ്കിൽ, മറ്റേത് ഹൗ പാർട്ടാണ്. ഹൗ പാർട്ട് ഓഫ് ദ നോളജിനെയാണ് നമ്മൾ എന്ത് പറയുക? പെഡഗോജിക് നോളജ് എന്ന് പറയും, അല്ലെ? അതെങ്ങനെയാണ് അത് പറയുക, എങ്ങനെയാണ് അത് ട്രാൻസാക്ട് ചെയ്യുക? ഒന്ന് എന്താണ് ട്രാൻസാക്ട് ചെയ്യുന്നത്, എന്താണ് കണ്ടന്റ് നോളജ് എങ്കിൽ അത് എങ്ങനെയാണ് അത് ട്രാൻസാക്ട് ചെയ്യേണ്ടത് എന്നതാണ് ഹൗ പാർട്ട് ഓഫ് ദ നോളജിനെയാണ് നമ്മൾ പെഡഗോജി എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത് എന്ന ആ ട്രാൻസാക്ഷണൽ മെത്തേഡിനകത്ത് ടെക്നോളജി ഉപയോഗിക്കാനുള്ള അറിവിനെയാണ് നമ്മൾ പെഡഗോജിക് കണ്ടന്റ് നോളജ്, PCK എന്ന് പറയുന്നത്. അപ്പൊ TCK ഉണ്ട്, PCK ഉണ്ട്, പെഡഗോജിക് കണ്ടന്റ് നോളജ്. ഉദാഹരണമായിട്ട് ഓൺലൈനിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കുക, അല്ലെ? എങ്ങനെയാണ് ഒരു പവർ പോയിന്റ്, ഇതൊക്കെ നമ്മളിപ്പോൾ എഡ്യൂക്കേഷണൽ ഇതിനകത്ത് നമ്മൾ ഒരു പവർ പോയിന്റ് എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ സ്മാർട്ട് പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഗതികൾ ചെയ്യുക, എങ്ങനെയാണ് കുട്ടികൾ ഇത്തരം ചില വർക്കുകൾ ചെയ്യുക, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറയുന്ന എന്താ പറയാ ഈ ബോധന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കാര്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ പുതിയ ടെക്നോളജിയൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അത് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് കുറെ വർക്കുകൾ എങ്ങനെ കൊടുക്കാൻ പറ്റും, അല്ലെ? കുട്ടികളോട് ചില ബ്ലോഗുകൾ എഴുതാൻ പറയുക, അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് ഈ പെഡഗോജിയുടെ കാര്യത്തിനകത്ത് ടെക്നോളജി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ TPK, ടെക്നോളജിക്കൽ പെഡഗോജിക് നോളജ് എന്ന് പറയും. ഇത് രണ്ടിനെയും ചേർത്ത്, അതായത് TCKയും TPKയും ചേർത്ത് നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടി എന്താണ് ടെക്നോളജിക്കൽ നോളജ് എന്ന് പറയുന്ന സാധനം, അല്ലെ? സാങ്കേതികമായ അറിവ് എന്ന് പറയും. ഇതിനെ കൂടെ ചേർത്തുന്ന ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ്, TPAC എന്ന് പറയുന്നത്. അപ്പൊ പുതിയ കാലത്തെ ബോധന രീതിശാസ്ത്രത്തിന് പറയുന്നൊരു പേരാണ് TPAC. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ബ്ലൂംസ് ഡിജിറ്റൽ ടാക്സോണമി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. ഇവിടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, നേരത്തെ ഉണ്ടായിരുന്നുള്ള അതേ ലെവലിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അല്ലെ? ഈ പറയുന്നത് പോലെ റിമെമ്പറിങ് എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് റെക്കഗ്നൈസിങ്, ലിസ്റ്റിംഗ്, ഡിസ്ക്രൈബിങ്, ഐഡന്റിഫൈങ്, ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ, അല്ലെ? അപ്പൊ നമ്മൾ ബുള്ളറ്റ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റിംഗ് എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുക, ഒരു ടെക്സ്റ്റിനകത്ത് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഇന്ന പോയിന്റുകൾ, അല്ലെങ്കിൽ ഈ ആശയം വിശദീകരിക്കുന്ന ഒരു ഭാഗത്തെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്ന ഒരു വർക്ക് പോകുമ്പോൾ അവർ ഹൈലൈറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ അത് ഈ ഡിജിറ്റൽ സംഗതി വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ നമ്മളിപ്പോ കുട്ടികൾ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ എന്താ പറയാ ശരിയായ ഇതിൽ വാക്കെടുത്ത് ഇങ്ങോട്ട് വെക്കുക എന്ന് പറയും. അപ്പൊ ശരിയായ വാക്കാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മാച്ച്, അല്ലെങ്കിൽ തെറിച്ചിങ്ങ് പോകും. ഇങ്ങനെയൊക്കെയുള്ള ചില ഗെയിമിങ്ങിന്റെ ചില സംഗതികളൊക്കെ നിങ്ങൾ കണ്ടു കാണും, അല്ലെ? ഈ പറയുന്ന പിക്ചറുകളെ ചേർത്തുകൊണ്ട് അതിനെ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് കണ്ടുപിടിക്കുക, റീഓർഗനൈസ് ചെയ്യുക, അല്ലെ? അങ്ങനെയുള്ള കുറെ സംഗതികളൊക്കെ നമ്മൾ എന്താ പറയുക മൗസ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ കുട്ടികളുടെ എന്താ പറയാ അപ്പൊ ഈ ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്റർപ്രറ്റിംഗ് എന്നൊക്കെ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ചില സംഗതികൾ തന്നെ, അല്ലെ? അഡ്വാൻസ്ഡ് സെർച്ച് ചെയ്യാനുള്ള സംഗതികൾ, അല്ലെ? പലതരം സെർച്ചുകൾ ചെയ്യുക, അതുപോലെ തന്നെ ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സംഗതി ഞങ്ങൾ സാധാരണ ട്രെയിനിങ്ങിൽ ചെയ്യാറുണ്ട്. ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ ഒരു ദിവസം ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അതിനെയാണ് നമ്മൾ പുതിയ കാലത്ത് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫ്ലിപ്പ് ലേണിംഗ് എന്ന് പറയും. ഫ്ലിപ്പ് ലേണിംഗ് എന്ന് പറയും. ഈ ഫ്ലിപ്പ് ലേണിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിപ്പോ ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുക്കുന്നു, നിങ്ങൾക്ക് ഒരു ക്ലാസ് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു, അതിനുശേഷം നമ്മൾ പറയാം നിങ്ങൾ അതിന്റെ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതായത് എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്, അതിനെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായ ചിന്തകൾ എന്തൊക്കെയാണ്, അത് ആ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ അറിവിൽ എന്താണ് സ്വാധീനം ചെലുത്തുന്നത്, ഇതിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ വളരെ സ്വതന്ത്രമായിട്ടുള്ള നിങ്ങളുടെ ആവിഷ്കാരം, അല്ലെ? ഇതിനാണ് റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരു നിലാവ് പോലെ, ഒരു നിലാവ് എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചത്തിന്റെ ഓർമ്മയാണെന്നൊക്കെ പറയില്ല. അപ്പൊ അതുപോലെ പ്രകാശമുണ്ട്, സൂര്യപ്രകാശമാണ് നിലാവായി മാറുന്നത്. അപ്പോൾ ഈ അധ്യാപകൻ പറയുന്ന ഒരു കാര്യത്തെ അതേപോലെയല്ല റിഫ്ലക്ട് ചെയ്യുന്നത്, അത് നിലാവായിട്ട്. അപ്പോൾ അതിൽ കുട്ടിയുടെ ചിന്തകൾ ഉണ്ടാവും, കുറെ ഷെയ്ഡുകൾ ഉണ്ടായിരിക്കും, കുറെ മറന്നു പോയിരിക്കില്ല. നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിലിംഗ് അറിയാം, കുറേ കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ മറന്നു അല്ലെ? ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ 21st സെഞ്ചുറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്ലെൻഡഡ് ലേണിംഗ് പ്രോസസ്സിനകത്തൊക്കെ പുതിയ വിദ്യാഭ്യാസ രീതിയിലൊക്കെ ഈ മിശ്രണ ലേഖനം എന്നൊക്കെ പറഞ്ഞ ബ്ലെൻഡഡ് ലേണിംഗിലാണ് ഈ ഫ്ലിപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. എന്താ ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ ഉണ്ടായതിനെ തിരിച്ചിടുക എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ ഫ്ലിപ്പ് ലേണിംഗിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധ്യാപകൻ വീഡിയോ ക്ലാസ് എടുക്കും, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന പോലെ വീഡിയോ ക്ലാസ് എടുക്കും, വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു, അത് വീട്ടിലിരുന്ന് ആ ക്ലാസ് കാണും. അതിനുശേഷം പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു,
ഈ ക്ലാസ് റൂമിൽ വന്നാൽ ഈ അധ്യാപകന്റെ മുന്നിൽ വെച്ച് തങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഇതിനെ സംബന്ധിച്ച് കുട്ടികൾ ഇത് പ്രസന്റ് ചെയ്യും. കുട്ടികൾ ഇത് പ്രസന്റ് ചെയ്യുകയും അവർ തമ്മിൽ ഡിബേറ്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അധ്യാപകൻ അവർക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന രീതിയിലേക്ക്, അതായത് ഇതിന്റെ വ്യത്യാസം ഇതാണ്. നേരത്തെ എന്താണ്, ക്ലാസ് തുടങ്ങിയാൽ അവസാനം വരെ അധ്യാപകൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും അല്ലെ. എൻ്റെ ഒരു മാഷ്, ഞങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക അധ്യാപകനായിരുന്നു NR ഗോപിനാഥപിള്ള സാർ. വ്യാകരണത്തിലൊക്കെ ഇപ്പോൾ മാഷ് എപ്പോഴും പറയുന്നൊരു തമാശയാണ്, ക്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറയുന്നത് കുട്ടികൾ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അധ്യാപകൻ നടത്തുന്ന ഒരു ബഹളമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങി അവസാനം വരെ നമ്മളങ്ങനെ, അല്ലെങ്കിൽ അടുത്ത റൂമിൽ നിന്ന് മാഷ് വരും, അല്ലെങ്കിൽ അപ്പുറത്ത് നോട്ടം ഉണ്ടാവും, ഹെഡ് മാഷ് വരും, അതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പോൾ ഈ അധ്യാപകനുള്ള ഇപ്പോഴുള്ള ഫിസിക്കൽ ക്ലാസ് റൂമിന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ സാമ്പ്രദായിക പഠനമുറയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ മിണ്ടാണ്ടിരിക്കുന്നു അല്ലെ. കുട്ടികൾ വളരെ പാസീവ് ആവുന്നു, അധ്യാപകൻ വളരെ ആക്റ്റീവ് ആവും. അതിനുശേഷം നമ്മളൊരു ഹോംവർക്ക് കൊടുക്കുന്നു, അതിന് ഹോംവർക്ക് അല്ലെങ്കിൽ അസൈൻമെന്റ് കൊടുക്കുന്നു. അതിനുശേഷം അസൈൻമെന്റ് തുറന്നു നോക്കുമ്പോഴാണ് കുട്ടി സത്യത്തിൽ ആക്റ്റീവ് ആവുന്നത്. അപ്പോഴാണ് കുട്ടിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നമാവുന്നത്. ആ സംശയം ഉണ്ടാവുന്ന സമയത്ത് കുട്ടി എപ്പോഴാണോ ആക്റ്റീവ് ആവുന്നത് ആ സമയത്ത് ആരില്ല, അധ്യാപകൻ അവിടെയില്ല. അധ്യാപകൻ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് വീട്ടിലാരില്ല, അധ്യാപകനില്ല അല്ലെ. അപ്പൊ അതിനെ തിരിച്ചിടുക എന്ന് പറയുന്ന സംഗതി, അതായത് ക്ലാസ് കുട്ടി അധ്യാപകൻ ഇല്ലാത്തൊരു സ്ഥലത്ത് അധ്യാപകന്റെ ക്ലാസ് കേൾക്കുന്നു, അതുമായി ബന്ധപ്പെട്ട അധ്യാപകൻ ചില വർക്ക് ചെയ്യുന്നു, കുട്ടികളൊക്കെ കുറെ കാര്യങ്ങൾ ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വായിച്ചു വരുന്നു, കാര്യങ്ങളൊക്കെ വരുന്നു, ഹോംവർക്കൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം ചേർത്ത് പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വീഡിയോ ക്ലാസ് ആണ് ഉണ്ടാവുക, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കും, നാളെ നമ്മൾ ക്ലാസ്സിൽ ഇതാണ് ചർച്ച ചെയ്യുന്നത് എന്ന് അധ്യാപകന് നിർദ്ദേശം കൊടുക്കുന്നു. പിറ്റേ ദിവസം കുട്ടികൾ ക്ലാസ്സിൽ വന്ന് തങ്ങൾ എന്തൊക്കെയാണ് കേട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ അതേ കാര്യം ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഓരോ കുട്ടിയുടെയും ലേണിംഗ് ലെവൽ എന്താണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയും ഇത് പരസ്പരം എന്താ പറയാ, അത് നമ്മൾ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇത് പരസ്പരം അവർ പറയും, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് എന്ന് പറയും. ഇത് പരസ്പരം അവർ ചർച്ച ചെയ്യുമ്പോൾ, അതായത് ഈ കൺസ്ട്രക്ഷനിസ്റ്റ് ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോഴാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം വേറൊരാൾ പറയുമ്പോഴാണ് അതിനെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എന്നാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഒരു കുട്ടി താൻ ഈ അറിവിനെ ഒരു അറിവായിട്ട് തന്റെ സഹപാഠികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആ കുട്ടി ഏറ്റവും കൂടുതലായിട്ട് അത് ഇന്റേണലൈസ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നോളജിയാണ് നമ്മൾ, ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ പറയുന്ന ഫ്ലിപ്പ് ലേണിംഗിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ആ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസിനെ കുറിച്ച് സൂചിപ്പിച്ചെന്ന് മാത്രം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സാധാരണ ഒരു ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അതിന്റെ റിഫ്ലക്ഷൻസ് ചെയ്താൽ മതി. ഫീഡ്ബാക്ക് അല്ല റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ആൾക്കാരും അബദ്ധത്തിൽ എന്ത് ചെയ്തു, ആ ക്ലാസ് നന്നായിരുന്നു, അധ്യാപകൻ അങ്ങനെ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളേ അല്ല. മറിച്ച് എന്താണ്, താൻ കേട്ടെടുത്ത ആശയങ്ങളെ അതേപോലെയല്ല അതിനെ തൻ്റെതായ ചിന്തകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ റിഫ്ലക്ഷൻസ് അവതരിപ്പിക്കുക, അതിനെക്കുറിച്ചുള്ള പരിചിന്തനങ്ങൾ കൂടെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്. അതാണ് പുതിയ കാലത്ത് ലേണിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ആ ലെവലിൽ എങ്ങനെയാണ് ഡിജിറ്റൽ ടാക്സോണമിയിൽ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഏറ്റവും മുകളിലേക്ക് കാണാം ബ്ലോഗിങ്, വീഡിയോ ബ്ലോഗിങ്, റീമിക്സ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക അല്ലെ, ഇങ്ങനെ ഫിലിം ചെയ്യുക, ഒരു സാധനത്തെ വേറെ രീതിയിൽ ആവിഷ്കരിക്കുക അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റലേഷൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള പല പല സംഗതികളും ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇതാണ് പുതിയ കാലത്തെ ബ്ലൂംസ് ഡിജിറ്റൽ ടാക്സോണമി എന്ന് വെച്ചാൽ ഈ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പുതിയ രീതിയിലുള്ള ആവിഷ്കരണങ്ങളിലൂടെ അല്ലെങ്കിൽ കുറെ കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന കുറെ സംഗതികൾ ചെയ്യുന്നു എന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അതിന്റെ കുറെ ഉദാഹരണങ്ങൾ, ടെക്സ്റ്റിംഗ്, ഇൻസ്റ്റന്റ് മെസ്സേജിങ്, ഇവിടെ ഇപ്പോൾ ഉള്ള ഇത്തരം ചില സംഗതികളൊക്കെ ചർച്ചകൾ നടത്തുക, ഡിബേറ്റ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത്തരം സംഗതി കമന്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ നമ്മൾ സാധനം പറഞ്ഞാൽ താഴെ കമന്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, ചില ഡിസ്കഷൻ ഫോറം ഉണ്ടാവുന്നു അല്ലെ, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ചില ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും മറ്റുമൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രം. അതിന്റെ എന്താ പറയാ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന ബുക്ക് മാർക്കിംഗ്, കോപ്പിയിങ്, ഹൈലൈറ്റ് ചെയ്യുക, സെർച്ച് ചെയ്തൊക്കെ റിമെമ്പറിംഗ് എന്നൊക്കെ പറയുന്ന ചില സംഗതിയാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും ബ്ലോഗിങ്, ഫിലിമിങ്, പോഡ്കാസ്റ്റിംഗ് അല്ലെ, ഡയറക്ടിങ്, ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന തലത്തിലേക്ക് അതെത്തുന്നു അല്ലെ. അപ്പോൾ ഓരോന്നിനും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഡിജിറ്റൽ ടാക്സോണമി എന്ന് പറയുന്ന കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ അല്ലെങ്കിൽ പെഡഗോജിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ആക്ടിവിറ്റീസ് വിത്ത് ഡിജിറ്റൽ ടൂൾസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, എൻ്റെ സംഗതിയിലേക്ക് യെസ്, നമ്മളിനി ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ബ്ലൂംസ് ഡിജിറ്റൽ ടാക്സോണമി 20-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അത് വരികയും അത് കുറെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ലെവലുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ മാത്രമല്ല, മറിച്ച് കുറെ കൂടെ ഈ അറിവ് എന്ന് പറയുന്നത് വളരെ സോഷ്യൽ ആണെന്ന്, സാമൂഹികമായ സമൂഹജ്ഞാന നിർമ്മിതി എന്ന് പറയുന്നത് അത് സൊസൈറ്റിക്ക് വേണ്ടിയാണെന്ന് മാത്രമല്ല, അത് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് സോഷ്യൽ ആയിട്ടാണ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ, കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന്
എന്ന് പറയുന്ന സാധനം ടീച്ചർ സെൻട്രിക്കിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒബിയിലേക്ക് എത്തുമ്പോഴേക്കും അത് സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ട് മാറുന്നു. അത് ആക്ടിവിറ്റി ഇൻസ്ട്രക്ഷനിസിൽ നിന്ന് കൺസ്ട്രക്ഷനിസത്തിലേക്ക് മാറുന്നു. ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്ഷൻ വർബുകൾക്ക് മാറ്റമുണ്ട് കൂടുതലായിട്ട് വരുന്നു. ടെക്നോളജി എന്ന് പറയുന്നത് അതിന്റെ മേഖലയിലേക്ക് കടന്നു വരുന്നു. ഇത്രയാണ് എന്താ പറയാ ഈ ബ്ലൂംസ് ടാക്സോണമിയുടെ ഒരു ചരിത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ്ട് ഒരു 50-60 വർഷക്കാലമായിട്ട് ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ ഉണ്ടായ ഈ മാറ്റം എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് 1-2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഏരിയ അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ ചോദിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നല്ലതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. സാർ, ഈ ബ്ലൂംസ് ഡിജിറ്റൽ ടാക്സോണമി വന്ന വർഷം എന്ന് പറയാമോ? അതിനൊരു വർഷമായിട്ട് നമുക്ക് അതിനങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഒരു കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ടാണ് അതിന്റെ ഒരു ഇത്തരം ഒരു TPAC എന്ന് പറയുന്ന ടെക്നോളജിക്കൽ പെഡഗോജിക് നോളജിന്റെ ഭാഗമായിട്ട് വന്നത്. 2006 ശേഷമാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുന്നത്. 2010 കൂടിയാണ് ഈ രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. അത് ഇതിന്റെ ഒരു ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് 2001 തന്നെ ഇത്തരം നമ്മൾ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 99 അതിന്റെ ഒരു ആദ്യത്തെ മാതൃക ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന സോഷ്യൽ കൺസ്ട്രക്ഷനിസം പോലുള്ള ആശയങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പെഡഗോജിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കപ്പെടുന്നത് ഈ വെബ് 2.0 എന്നൊക്കെ പറയുന്ന, അതായത് കുറെ കൂടെ ഹൈപ്പർ അല്ലെങ്കിൽ കുറെ കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ഉണ്ടാവുന്ന വെബ് 2.0 കൂടിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുക, വോയിസ് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ സംഗതികൾ ഉണ്ടാവുക. ഇതൊക്കെ സജീവമാകുന്ന പുതിയ കാലത്താണ് ഈ പറയുന്ന ഡിജിറ്റൽ ടാക്സോണമിയുടെ ഒരു തലം ഉണ്ടാവുന്നത്. അതുകൊണ്ട് 2010 കൂടിയാണ് വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയാം. ഓക്കെ, അത് ഒബിയുടെ ഒക്കെ ഇംപ്ലിമെന്റേഷനും ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ക്ലിയർ ആയോ? അത് അല്ല, നമുക്ക് കൃത്യ വർഷമായിട്ട് നമുക്കതിനെ പറയാൻ പറ്റില്ല. സാർ, ഈ സൈക്കോമോട്ടർ ഡൊമൈന് പല വർഗീകരണങ്ങളുണ്ടോ? ദാവയുടെയൊക്കെ വർഗീകരണം ഉണ്ട്. പലരും ഈ പറഞ്ഞ സാധനത്തിൽ തന്നെ ഉദാഹരണമായിട്ട് NCERT മുന്നോട്ട് വെക്കുന്നതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. പലരും പല രീതിയിൽ പിന്നീട് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ അതിൻ്റെ ഒരു വളരെ ബേസിക് ആയ ചില സംഗതികൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് തന്നെ ഈ പറയുന്ന ടാക്സോണമി തന്നെ പലരും പല രീതിയിലായിട്ട് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന മാത്രമല്ല ഇതിനോടുള്ള വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന എന്താ പറയാ കോണ്ടെക്സ്റ്റിൽ ആയിട്ട് നമുക്കതിനെ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയുടെ എല്ലാ മേഖലയിലും ഈ പറയുന്ന സംഗതികൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന സാധനം പല സംഗതികളും ഈ ഇടകലർന്നിട്ടാണ് വരുന്നത്. ഇത്തരം ശ്രേണീകരണം തന്നെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിനെ വസ്തുനിഷ്ഠമായിട്ട് അതിനെ പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ സയൻസിന്റെയും ഭാഷയുടെയും ഹ്യൂമാനിറ്റീസിന്റെയും മേഖലയിൽ തന്നെ അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന സാധനം നമ്മൾ കൊണ്ടുവരുമ്പോൾ പുതുതായിട്ട് ആസ്വാദനം എന്ന് പറയുന്ന ഒരു കാര്യം, അതൊക്കെ നിങ്ങൾ BEdലൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ നൈപുണി എന്ന അല്ലെങ്കിൽ സ്കിൽസ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ അതിനെ അപ്ലിക്കേഷൻ. നമ്മൾ ഈ ആസ്വാദനം എന്ന് പറയുന്ന ഒരു സംഗതി ഭാഷാബോധനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രത്യേക എന്താ പറയുക ഡൊമൈനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഗതിയായിട്ട് നമ്മൾ ഭാഷാ അധ്യാപനത്തിനകത്ത് ഭാഷാബോധനത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള വ്യത്യാസങ്ങളും അതിലെ സ്കീമിങ്ങിലും വ്യത്യാസമുണ്ട്. NCERT തന്നെ ഇതിനെ എന്താ പറയാ വ്യത്യാസപ്പെടുത്തിയാണ് ഇത് അവതരിപ്പിച്ചത്. ഞാൻ ബ്ലൂമിന്റെ ഒരു സംഗതി സാമാന്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ സാർ. അതിന്റെ കുറെ സ്പഷ്ടീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്താ പറയാ ഇപ്പൊ സിംസൺ ആണ് അവതരിപ്പിച്ച ആ രീതിയിൽ പറയുന്നുണ്ടോ സൈക്കോമോട്ടറിനെ? എന്തായിരുന്നു സൈക്കോമോട്ടർ? പിന്നീട് ഡാവെ എന്ന് പറയുന്ന RS ഡാവെ എന്ന് പറയുന്നയാളാണ് NCERTക്ക് വേണ്ടിയിട്ട് ഐ മീൻ ഈ പറഞ്ഞൊരു സാധനം മറ്റേ ഐ മീൻ എന്താ പറയാ 5 ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തെ വേറെ തരത്തിലല്ലാതെ ഈ അനുകരണം, നിയന്ത്രണം, സൂക്ഷ്മത, സ്വാഭാവികവൽക്കരണം എന്നൊക്കെ പറയുന്ന രീതിയിൽ വേറെ രീതിയിൽ അത് ഈ RS ഡാവെയാണ് ഇപ്പോൾ ചോദിച്ചതല്ലേ ഈ പറഞ്ഞ സൈക്കോമോട്ടർ സംഗതിയെ ഞാൻ നേരത്തെ 7 പറഞ്ഞ സാധനത്തെ 5 അതിനകത്ത് അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ക്ലിയർ? ഞാനതിനെ സാമാന്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ.
മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? RH ദാവെ എന്നാണ് അയാളുടെ പേര് കേട്ടോ. അല്ലെങ്കിൽ ഇന്ത്യൻ ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ NCERT ഒരു സംഗതി എന്നുള്ള രീതിയിൽ നിങ്ങളതൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇത് ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പലയിടത്തും പല രീതിയിലാണ് ഈ ഒരു സാധനം എന്താ പറയുക ബ്ലൂമിന്റെ ഒരു പൊതു സാധനം, ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പോൾ നമുക്ക് ഈ ഭാഷാദിനകത്ത് തന്നെ അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രയോഗം എന്നൊക്കെ ആണല്ലോ നമ്മളെ. പ്രയോഗത്തിന് ശേഷം നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം, അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് അവര് അതിനകത്ത് ആസ്വാദനം എന്ന് പറയുന്നതും പിന്നെ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ അഭിഭാവങ്ങൾ എന്നൊക്കെ പറയുന്ന ചില സംഗതികളെ ഹയർ ഡൊമൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ? ആസ്വാദന ശേഷം ചില താല്പര്യങ്ങൾ, ചില അഭിഭാവങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ഒരു കവിത പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലിറ്ററേച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോൾസ്റ്റോയെ ആരാന്ന് അന്വേഷിച്ചു പോവുകയും റഷ്യൻ സാഹിത്യം എന്താണെന്ന് അറിയുകയും റഷ്യൻ സാഹിത്യമൊക്കെ നിരന്തരമായിട്ട് വായിക്കുകയും അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശയം ഉണ്ടാവും, ഒരു പുതിയ കഥ, മാതൃഭൂമിയിൽ ഒരു പുതിയ കഥ വരുമ്പോൾ ആ കഥ വായിക്കുകയും ആ കഥയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ കഥയുടെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനുള്ള ഒരു സംഗതി ഉണ്ടാവുകയും, ഇങ്ങനെയുള്ള കുറെ ഇതൊക്കെയും നമ്മൾ എന്താ പറയാ താല്പര്യങ്ങൾ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ആണ് അവരത് പറയുന്നത്. അല്ലെങ്കിൽ അത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ കവിത എഴുത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത്തരം പ്രസംഗം, വളരെ ശൈലീവൽകൃതമായ പ്രസംഗങ്ങളൊക്കെ നടത്താനുള്ള എന്താ പറയുക ഇതുണ്ടാവുക. അപ്പൊ അതിനകത്തൊക്കെ ഇത്തരം ലിറ്റററി കോട്സുകളൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഈ പറയുന്ന ഒരു എന്താ പറയാ ഹയർ ഓർഡർ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് പറയും. അതുപോലെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ആസ്വാദനമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃതി ആസ്വദിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് ലിറ്ററേച്ചറിന്റെ മേഖലയിൽ ഈ പറയുന്ന എന്താ പറയാ ഡൊമൈനുകളിൽ തന്നെ വ്യത്യാസമുണ്ട്. ഐ മീൻ ഈ പറഞ്ഞ ഹൈറാർക്കിയിൽ തന്നെ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, നമുക്കിതിന്റെ മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്കിതിന്റെ മറ്റേതെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, ഇപ്പൊ ഇത് ഒന്ന് രണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്തിയ ചില കാര്യങ്ങൾ നമ്മളൊന്ന് റീകാൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ചോദ്യം ഇപ്പൊ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ആ ചോദ്യത്തിന്റെ ഒരു ആൻസർ നിങ്ങൾ AB ആണോ C ആണോ D ആണോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പോള് വന്നിട്ടുണ്ടോ? ABCD എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് ഞാൻ ഇവിടുത്തെ ടൈപ്പ് ചെയ്യാൻ ഒരു സമയമില്ലാത്തതുകൊണ്ടാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ B, റീകോൾ ഇൻഫർമേഷൻ. ഓക്കെ, അല്ല ഞാനത് പറയുന്നത് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചോദ്യം? ഇവിടെ വന്നിരുന്നു, പക്ഷെ ഇപ്പൊ പോയത് ഉണ്ട്. അത് ഉണ്ടാവും നിങ്ങളുടെ സ്ക്രീനകത്ത് ഒരു ഇത് വന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് ശീലിക്കുന്നതിന് വേണ്ടിയാണ്. എത്ര പേര് അത് കറക്റ്റ് ആയിട്ട് അറിയുന്നു എന്നറിയാൻ വേണ്ടി കൂടിയാണ്. മനസ്സിലായി. വലതു സൈഡിലെ ഒരു സിമ്പൽ അല്ലേ സംഭവം? അതെ. ABCD എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് പരീക്ഷകൾ ഓൺലൈനായിട്ട് നമുക്ക് ഇതുപോലെ, അതിപ്പോ നിങ്ങൾ ആരെ ആൻസർ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കില്ല. എത്ര പേർക്ക് അതിന്റെ ആൻസർ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നമ്മൾ അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് ചോദ്യോത്തരങ്ങൾ. അപ്പൊ എന്താന്ന് വെച്ചാൽ എത്ര പേര് ഈ ലെവലിൽ അത് മനസ്സിലാക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ആളുടെ പേര് നമ്മൾ അതിനകത്ത് വരുന്നില്ല. എത്ര പേര് കറക്റ്റ് ആൻസറിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനകത്ത് തെറ്റ് ആൻസർ വരുന്നതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇത് ജസ്റ്റ് ഇട്ടത്. ഓക്കെ, അപ്പൊ അറ്റ് ദ നോളജ് ലെവൽ സ്റ്റുഡൻസ് വിൽ ആർഗ്യൂ ദ പോയിന്റ്, റീകാൾ ഇൻഫർമേഷൻ, കാറ്റഗറൈസ് ടോപ്പിക്സ്, കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ അധികം പേര് ചെയ്ത് കാണുന്നില്ല. ഓക്കെ, നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചെയ്തു സർ.
നിങ്ങൾ കൂടുതൽ പേരും ചെയ്ത ആൻസർ ബി ആണ്. നോളജ് ലെവലിനകത്ത് നമുക്കറിയാവുന്നതുപോലെ ഓർത്തെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്, റീകാൾ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണ് അവിടെ നടക്കുന്നത്. ഒരു കാറ്റഗറൈസ് ചെയ്യുക, കാറ്റഗറൈസ് ടോപ്പിക്സ് ആണ് പറയുന്നത്. അപ്പൊ അതൊരു പക്ഷേ നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങളുടെ ഉപയോഗിക്കുന്ന ആപ്പിന്റെ എന്തെങ്കിലും വ്യത്യാസമായിരിക്കും, മൊബൈൽ ആപ്പിന്റെയോ അല്ലെങ്കിൽ പഴയ വേർഷൻ ആയതുകൊണ്ടാണെന്ന് അറിയാം. ഞാൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടിയായിരുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വിസിബിൾ ആണോ? ക്വസ്റ്റ്യൻ വിസിബിൾ ആണ് സർ, പക്ഷേ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്നില്ല. അതൊരു പക്ഷെ അതിന്റെ വിസിബിലിറ്റി ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ഫോണിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? ഏതില്? ഫോണിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? ഒരു പക്ഷേ അതിനകത്ത് അങ്ങനെ ആവാൻ സാധ്യത. ഫോണിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കത് ഫോണിലും ടാബിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. യെസ് യെസ്. അപ്പൊ അത് ഞാൻ ഫോണിലാണ് ചെയ്യുന്നത്. ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സാർ. പറ്റും. അത് ജസ്റ്റ് പരിചയമില്ലാത്തതാണ്. അല്ല, ഇത് വേറെ ഒന്നുമില്ല. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ഇനി നമ്മളെങ്ങനെ വെറുതെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകളേക്കാൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളിലേക്ക് നമ്മൾ മാറും. അതിന്റെ നോട്ടുകളൊക്കെ മിക്കവാറും നമ്മൾ ഈ പറഞ്ഞ ഫ്ലിപ്പ് ലേണിംഗിന്റെ സംഗതി വേറെ തരത്തിലാണ് നമ്മൾ ഇനി കൊണ്ടുവരുന്നത്. അപ്പൊ മെറ്റീരിയൽ അവിടെ കൊടുക്കുകയും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും ചോദ്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഏതാണ് ഇതിന്റെ ആൻസർ സി അല്ലേ? ഇതിന്റെ ആൻസർ ബി ആണോ? ബി ആണ്. റീകാൾ ഇൻഫർമേഷൻ മാത്രമേ നോളജ് ലെവലിൽ ഉള്ള ഒരു സംഗതിയല്ല. ഓർത്തെടുക്കുക എന്ന് പറയുന്നത് കാറ്റഗറൈസ് ടോപ്പിക്സ് എന്നുള്ളതാണ് അല്ലെ. ടോപ്പിക്സുകളെ കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹയർ ലെവലിൽ ഒരുതരം അനലറ്റിക്കൽ ആയ ഒരു സംഗതി കൂടെ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത്. ആൾറെഡി ഉള്ള ചില കാറ്റഗറികൾ തിരിച്ചതല്ല. കാറ്റഗറൈസ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഹയർ ലെവലായിട്ടത് മാറും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. ഞാൻ ഈ ഒരു കോഡ് എൻഡ് ചെയ്തു. ചോദ്യം കാണുന്നുണ്ടല്ലോ. ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻസർ ചെയ്യാനുള്ളത് ഞാൻ ഇപ്പോൾ ഇടാം. രണ്ടാമത്തെ ചോദ്യത്തിന് വിച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് എ സാമ്പിൾ ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു കുറെ കൂടെ ഹയർ ലെവലാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ടോപ്പ് ലെവലിൽ ഉണ്ടായിരുന്നത് ഡു യു അഗ്രി വിത്ത് ദ ആക്ഷൻ ഓഫ് റാം എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ലെ. അപ്പൊ നമ്മളൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ചിന്താവിഷ്ടയായ സീതയ്ക്കകത്ത് നമ്മളൊരു ചോദ്യം വരുന്നത്, അപ്പൊ രാമന്റെ ഈ സംഗതി ഇതുണ്ടോ മറ്റേ, അപ്പൊ അവിടെ ഒരു വിലയിരുത്തൽ നടത്തുക എന്നൊക്കെ പറഞ്ഞ രസമല്ലേ അല്ലെ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് മറ്റതിനേക്കാൾ ഇതാവുന്നു എന്ന് പറയാം, എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ഇതാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉചിതമായത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുക എന്നൊക്കെ പറയുന്ന സംഗതികൾ. വൈ വാസ് ഇറ്റ് ബെറ്റർ ദാൻ എന്നൊക്കെ പറയുന്ന ആ ലെവലിലൊരു ചോദ്യം. വാട്ട് സോഴ്സ് ക്യാൻ യു യൂസ് ടു സപ്പോർട്ട് യുവർ ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് നമ്മൾ പറയുന്ന ഉപോത്ബലകമായ സംഗതികളൊക്കെ വെച്ചുകൊണ്ട് അതിനെ ആർഗ്യൂ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ചില സംഗതികൾ അല്ലെ. ഏറ്റവും അവസാനത്തെ ഈ പറയുന്ന പോലെ ആൾ ഓഫ് ദ എബവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതാണ് ഈ പറയുന്ന പോലെ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഹയർ ലെവൽ ആയിട്ടുള്ള ഒരു സംഗതിയുള്ള ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ട് ഈ പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ കുറച്ച് പേർക്ക് കൂടെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. എന്തായാലും ഇതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം 3 ചോദ്യങ്ങളും എന്താണ്, 3 ചോദ്യങ്ങളും ഇവാലുവേഷൻ ലെവലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമുള്ള ചോദ്യങ്ങളാണ്. ആൾ ഓഫ് ദ എബവ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം ഇത് 3ഉം ഹയർ ലെവലായിട്ടുള്ള സംഗതികൾ ആണ്. കുട്ടിയുടെ സ്വന്തമായ ചിന്താശേഷിയെ ഉപയോഗിക്കേണ്ട സാധനമാണ്. ക്ലിയർ ആണല്ലോ അതല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമയം തൻ്റെ സംഗതി കൂടിയുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു ഇതായ ചോദ്യമാണ്. ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഓക്കെ. ഈ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കൂട്ടത്തിൽ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരുന്നത് എന്താണ് ചോദ്യം ഞാൻ വായിക്കാൻ വൈകുന്നത്, നിങ്ങളപ്പോഴേക്കും വായിക്കാനുള്ളൊരു സംഗതി കൂടി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിംഗ് ഔട്ട്കംസ് ഈസ് പ്രോപ്പർലി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റുഡൻറ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഡെവലപ്സ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റിംഗ്, അല്ലെ എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ, ലേൺ ഹൗ ടു റൈറ്റ് ഗുഡ് ടെസ്റ്റ് ഐറ്റംസ്, അല്ലെ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാലിഡിറ്റി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഏത് ലെവലിലാണ് നോളജ്, അപ്ലിക്കേഷൻ, ക്രിയേഷൻ, സിന്തസിസ് എന്ന് പറയുന്ന ഒരു സംഗതി.
ഏത് സ്കില്ലിനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഏത് ലെവലിലാണ് ഈ സംഗതി വരുന്നത്? കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഈ പറയുന്ന പോലെ ഡെവലപ്പ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റിംഗ്, എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ, ലേൺസ് ഹൗ ടു റൈറ്റ് ഗുഡ് ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് അല്ലെ, റിയലൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാലിഡിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലെ. കുറച്ചൊരു ടഫായൊരു ചോദ്യമാണ്. പക്ഷെ ഈ പറഞ്ഞ 3 സംഗതികളും നോക്കിയാൽ കാണാൻ കഴിയും. അത് എന്താ പറയുക, അപ്ലിക്കേഷൻ ലെവലിലാണ് പ്രധാനമായിട്ടും. താൻ പഠിച്ചെടുത്തൊരു കാര്യത്തിൽ നിന്ന് ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടുവരികയും മൂല്യനിർണ്ണയ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾക്ക് അതിന് അപ്ലിക്കേഷനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സെക്കൻഡ് ചോയ്സ് ആണ്, സെക്കൻഡ് ചോയ്സ് തന്നെയാണ് എല്ലാവരും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. നമ്മൾ ഇനി ഒരു ഇതിലേക്ക് നമ്മുടെ സമയത്തിന്റെ ഒരു സംഗതി ഉള്ളത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ആൻസർ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇപ്പൊ തന്നെ സമയം കുറയായി. റിലയബിലിറ്റി ഈസ് ദ സെയിം ആസ് കൺസിസ്റ്റൻസി, റെലവൻസി എന്നൊക്കെ പറഞ്ഞ ചില എന്താണ് റിലയബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് അതിന് സമാനമായ ചില പ്രയോഗങ്ങളെ കണ്ടെത്തുന്ന ഒരു സംഗതിയാണ്. അത് ഏത് ലെവലിലുള്ളതാണ് ചോദ്യം അല്ലെ. 1 2 3 4 അത് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് എന്താ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യവും അതിന്റെ ഓപ്ഷൻ ഉണ്ട്. ഈ ഇത്തരം ഒരു ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. ആ ചോദ്യം ഏത് ലെവലിലുള്ള ചോദ്യമാണ് എന്നുള്ളതാണ്. ആർക്കെങ്കിലും പെട്ടെന്ന് ആൻസർ ചെയ്യാവോ? നോളജ് ലെവലാണോ, അപ്ലിക്കേഷൻ ലെവലാണോ, ക്രിയേഷൻ ആണോ, സിന്തസിസ്? വളരെ ഏറ്റവും സിമ്പിളായ ചോദ്യമാണ്. എനി കമന്റ്? ഇത് അടയാളപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ സാർ. അല്ല, ഇത് ഞാൻ ചോദ്യമായിട്ട് ചോദിച്ചില്ല. നമ്മൾ ഈ സമയത്തിന്റെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി ഞാനിപ്പോ അടയാളപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരു 4-5 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോഴേക്കും ഇപ്പൊ തന്നെ സമയം ആയില്ലേ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തുള്ളൂ. അപ്ലിക്കേഷൻ ആണോ ഇത്? ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ റിലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം അതെന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു സമാനമായ സാധനത്തെ എന്താണെന്ന് തിരിച്ചറിയുന്നത് നോളജ് മാത്രമാണ്. നോളജ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ അല്ലെ. അതെന്താന്ന് മനസ്സിലാക്കുക. റിലയബിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒറ്റ ലെവലിൽ അത് വരുന്നുള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ്. അതായത് ഇപ്പൊ നമ്മുടെ ലിറ്ററേച്ചറിലൊക്കെ ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിപ്പിക്കും. നമ്മൾ ഈ പറഞ്ഞ ഇംപ്രഷനിസം, പോസ്റ്റ് ഇംപ്രഷനിസം, റൊമാൻറ്റിസം, കുറെ പ്രസ്ഥാനങ്ങളൊക്കെ ഇത് ചെയ്തതിനു ശേഷം അപ്പോൾ ഇംപ്രഷനിസം നമുക്കറിയാം. പല ക്ലോത് മോനിക് പല ചിത്രങ്ങൾ, മറ്റു അല്ലെങ്കിൽ സാൽവദോർ ദാലിയുടെ ചിത്രങ്ങൾ. അപ്പോൾ ചിത്രങ്ങൾ ഇത് ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട ചിത്രമാണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യമാണെന്ന് വിചാരിച്ചു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രസ്ഥാനങ്ങളെയും പ്രവണതകളെയൊക്കെ കൂട്ടി തിരിച്ചറിയുകയും അല്ലെ, ആ ചിത്രം നോക്കിക്കൊണ്ട് ആ ചിത്രത്തിനെ അപ്പൊ അവിടെ എന്താ അവിടെ അനലൈസിങ് എന്ന് പറയുന്ന ഒരു ശൈലി. ചിത്രത്തെ അപഗ്രഥിച്ചുകൊണ്ട് ഇതിന്റെ പ്രസ്ഥാനത്തിൽ തന്റെ നേരത്തെ അറിവിലേക്ക്. അപ്പൊ അനലൈസിങ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിന്റെ എലമെന്റ്സ് ഡീറ്റെയിലിംഗ് അതിനെ ശകലങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ പറയുന്ന ഇതിനകത്ത് സർറിയലിസം ആണോ പോസ്റ്റ് ഇംപ്രഷനിസം ആണോ എന്നുള്ളത് ആ കുട്ടി അതിനെ ആശയമായിട്ട് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് ഈ പറഞ്ഞ അനലൈസിങ് എന്ന് പറയുന്ന ഒരു ചോദ്യം. യെസ്, ഇത് ഇനിയൊക്കെ നമുക്ക് വളരെ ഇൻഫോർമേഷൻ ലെവലിലുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. മിക്കവാറും ഇത്ര ചോദ്യങ്ങൾ PSC പ്രതീക്ഷിക്കാവൂ, അല്ലാതെ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലെ. ടാക്സോണമി വാസ് നെയിംഡ് ആഫ്റ്റർ അല്ലെ ഹു ചെയർഡ് ദ കമ്മിറ്റി ഓഫ് എഡ്യൂക്കേറ്റേഴ്സ് ദാറ്റ് ഡിവൈസ് ദ ടാക്സോണമി അല്ലെ. നമ്മൾ അതിന് ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നീട് ആ പേരിൽ ആരുടെ പേരിലാണ് ഇത് വന്നത് അല്ലെ, അദ്ദേഹത്തിന്റെ പേര് ബെഞ്ചമിൻ നമ്മൾ പറഞ്ഞതാണ്. The revised version of Bloom's taxonomy was provided by അല്ലെ. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇത്തരം ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കുക അല്ലെ. ആൻഡേഴ്സൺ ആണോ, ക്രാത്തോൾ ആണോ, അല്ലെങ്കിൽ ബെഞ്ചമിൻ അല്ലെ. നമ്മൾ 4ാമത് ഡി അല്ലെ, ഓപ്ഷൻ ഡി അല്ലെ. ആൻഡേഴ്സണും ക്രാത്തോളും ചേർന്നിട്ടാണ് ഈ പറയുന്ന റിവൈസ്ഡ് ടാക്സോണമി അവതരിപ്പിച്ചതിനെ തൊട്ട് മുന്നേ പറയേണ്ട അല്ലെ. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ആ കമ്മിറ്റി ഈ പറഞ്ഞ ഡൊമൈനുകളെ അല്ലെങ്കിൽ നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റികളുടെ ഡൊമൈനുകളെ എത്രയായിട്ടാണ് പറഞ്ഞത്? വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. എത്ര ഡൊമൈനുകളായിട്ടാണ് അവർ പറഞ്ഞത് അല്ലെ? 3 എന്നുള്ളത് നമുക്കറിയാവുന്നത്. വളരെ ബേസിക് ആയ ചില ചോദ്യങ്ങളാണ് ഇത്. ഓക്കെ, ഇൻ വിച്ച് ഓർഡർ ദ ലെവൽ ഓഫ് ടാക്സോണമി ആർ ഫോളോഡ്? ഓക്കെ, ഏത് ലെവലിലാണ് എന്ന് പറയും അല്ലെ. ഏത് ലെവലിലാണ് എന്നുള്ളത്. ഓക്കെ, ഏത് ലെവലിലാണ്? ഞാൻ ഇതിൽ മാർക്ക് ചെയ്യാൻ ജാംബോർഡ് ചോദിച്ചു. പക്ഷെ പല ആളുകൾക്കും ജാംബോർഡ് ലോവർ ടു ഹയർ എന്ന് പറയുന്നത് അല്ലെ.
യെസ്. In which level a student can be able to formulate, build, invent, create, compose, generate, derive, modify, develop. അല്ലെ, ഈ പറഞ്ഞ എല്ലാ ആക്ഷൻ വെർബുകളും ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ ആ സാധനം എന്ന് പറയുന്നത് എന്തിലാണ് വരുന്നത്? ഒന്ന് ബിൽഡ് ചെയ്യുക. കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ. ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ഹയർ ലെവൽ അല്ലെ. ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ഏറ്റവും ഹയർ ലെവലുള്ള ഒരു ഡൊമൈനിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. യെസ്. ചോദ്യം കഴിഞ്ഞെന്ന് തോന്നുന്നു. 10 ചോദ്യങ്ങളാണ് ഞാനകത്ത് ചേർത്തിരുന്നത്. എന്തായാലും അത് ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് റീകാൾ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇതിന്റെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട എത്ര കാര്യങ്ങളൊക്കെ തന്നെ മതിയാവും തോന്നുന്നു. അതുപോലെ തന്നെ പുതിയ കാലത്ത് എഡ്യൂക്കേഷൻ പെഡഗോജിയെ കുറിച്ചൊക്കെ സാമാന്യമായിട്ട് നമ്മളൊന്ന് പറഞ്ഞു. ഇനി നമുക്കതിനകത്ത് ഈ പറയുന്ന 20th സെഞ്ചുറിയിലെ ചില വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചൊരു സെഷൻ കൂടെ നമ്മൾ ഈ ഒരു മേഖലയിൽ വെക്കുള്ളത്. തൊട്ടടുത്തുള്ള ചോംസ്കി, നിങ്ങൾ പറഞ്ഞ ചോംസ്കി പോലുള്ള ചില ആളുകൾ, എനിക്ക് തോന്നുന്നത് പ്രകാശനത്തിനകത്ത് ചില ആളുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് പ്രകാശന ഒരു സെഷൻ എടുക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാം. കാരണം പ്രകാശന് കുറച്ചുകൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ആളുകളെ കുറിച്ചുകൂടെ പറഞ്ഞ് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇതിന്റെ PDF ഇതിന്റെ അത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കിട്ടും. ഞാൻ പറഞ്ഞ ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. വേണമെങ്കിൽ PDF വേണമെങ്കിൽ PDF ഷെയർ ചെയ്യാം.